ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. 10 വയസ്സുകാരിയെ അധ്യാപകൻ സ്കൂൾ ശുചിമുറിയിൽ വെച്ച് 3 തവണ പീഡിപ്പിച്ചെന്ന പാലത്തായി പീഡനക്കേസ് കേരളമേറെ ചർച്ച ചെയ്തതാണ്. പ്രാദേശിക BJP നേതാവ് പത്മരാജനെതിരെ പെൺകുട്ടിയുടെ മാതാവ് നടത്തിയ പോരാട്ടമാണ് ഒടുവിൽ പ്രതിക്ക് ജീവപര്യന്തം നേടിക്കൊടുക്കുന്നതിലേക്ക് എത്തിച്ചത്. ക്രൈംബ്രാഞ്ച് അടക്കം 4 തവണ അന്വേഷണ സംഘം മാറി മാറി അന്വേഷിച്ച കേസിൽ ഒടുവിൽ ശാസ്ത്രീയ തെളിവുകളോടെയാണ് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത്. പ്രതിയെ പിടികൂടുന്നതിൽ കാണിച്ച കാലതാമസമടക്കം അന്ന് സർക്കാരിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. പക്ഷേ പ്രതിയെ ജീവപര്യന്തം ശിക്ഷിച്ച ശേഷം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹരീന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം പ്രതി ഭൂരിപക്ഷ സമുദായമായതുകൊണ്ടാണ് ഇരയ്ക്കായി മുസ്ലിം ലീഗും SDPയും രംഗത്തു വന്നത് എന്നാണ്. പ്രസംഗത്തെ പ്രശംസിച്ച് എത്തിയത് സംഘപരിവാർ സംഘടനകളാണ്. ഇന്നിപ്പോഴിതാ വിരമിച്ച DYSP റഹീം പോക്സോ ദുരുപയോഗം ചെയ്ത കേസാണ് ഇതെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഒരു കൊച്ചുകുഞ്ഞിനെ പീഡിപ്പിച്ച പ്രതിക്കായി ആരൊക്കെയാണ് ഒരുമിക്കുന്നത്? പ്രതിക്കൊപ്പമോ എന്നതാണ് ചോദ്യം. കോൺഗ്രസിൽ നിന്നും VR അനൂപ്, റിജി ലൂക്കോസ് ഇടത് നിരീക്ഷകൻ, RV ബാബു ഹിന്ദു ഐക്യവേദിയിൽ നിന്നും, മുസ്ലിം ലീഗിൽ നിന്നും PK നവാസുമാണ് ചർച്ചയിലുള്ളത്. അത് ഞാൻ RV ബാബുവിലേക്ക് പോവുകയാണ്. ശ്രീ RV ബാബു, ഇപ്പോൾ BJPയുടെ പ്രാദേശിക നേതാവാണ് ഈ പ്രതിയായ പാലത്തായി കേസിലെ പ്രതി. ആ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ശിക്ഷാവിധിയായിരിക്കുന്നു. ആ ശിക്ഷയ്ക്ക് ശേഷം, ശിക്ഷാവിധി പ്രഖ്യാപിച്ച ശേഷം നടത്തിയിരിക്കുന്ന പ്രസംഗം എന്ന രൂപത്തിലാണ് ഒരു പ്രസംഗം വ്യത്യസ്തമാകുന്നത്. CPMന്റെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിന് താങ്കളടക്കം അതിന് കൈയടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ RV ബാബു, അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രതികരണം താങ്കളുടെ ഭാഗത്തുനിന്നും വന്നല്ലോ. അപ്പോൾ അത് സംഘപരിവാറും CPMും ചേർന്നുള്ള ഐക്യപ്പെടലാണ് എന്ന വിമർശനമാണ് മറുപക്ഷത്തു നിന്ന് ഉയരുന്നത്. അതിനോട് ഉള്ള അങ്ങയുടെ പ്രതികരണം? അതൊക്കെ രാഷ്ട്രീയമായ ആരോപണങ്ങളാണ്. ഞാൻ ഈ കേസ്, പത്മരാജന്റെ കേസ് പബ്ലിക് ഡൊമൈനിൽ വന്ന സമയം മുതൽ ഇത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും ആ കേസിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്ത ആളാണ്. അന്നു മുതൽ ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിന്റെ നാൾവഴികളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കെട്ടിച്ചമച്ച കേസായിട്ട് ആണ്. ആ കെട്ടിച്ചമയ്ക്കാനുള്ള കാരണം അതിനെ സംബന്ധിച്ചും അന്ന് തന്നെ വ്യക്തമായതാണ്. ഈ അധ്യാപകൻ എടുത്ത ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ആ അധ്യാപകനെ കൂട്ടം ചേർന്ന് ആക്രമിച്ച് ഒറ്റപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ച് ഒരു കൊച്ചുകുട്ടിയെ അതിനുവേണ്ടി ഉപയോഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലായത്. ഇതുപോലുള്ള പോക്സോ കേസുകൾ ഒട്ടനവധി ഉണ്ട് എന്ന് റഹീം, ഈ DCRB DYSP ആയിട്ട് റിട്ടയർ ചെയ്ത കാസർഗോഡുകാരനായിട്ടുള്ള റഹീം തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ മുഴുവൻ കേരളത്തിലും ഇത്തരത്തിൽ പോക്സോ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട്, പോക്സോ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ ആളുകളെ കേസിൽ കൊടുക്കുന്ന സംഭവങ്ങൾ നിരവധി. കാരണം പലപ്പോഴും അത് കൺവിക്ഷൻ റേറ്റിലേക്കും വരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, റഹീം പറയുന്നുണ്ട്. അതിന്റെ കാരണം കുട്ടിയുടെ മൊഴി മാത്രമാണ് പ്രാഥമികമായിട്ട് ഈ വിചാരണയിൽ വിശ്വാസത്തിലെടുക്കുന്നത്. പലപ്പോഴും ജഡ്ജിമാർ കുട്ടികളുടെ മൊഴിയാണ് എടുക്കുന്നത്. മറ്റ് തെളിവുകളേക്കാൾ കുട്ടിയുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൺവിക്ട് ചെയ്യും. അപ്പോൾ കൺവിക്ഷൻ റേറ്റും കൂടും പോക്സോ ആക്ടിൽ. ഇതെല്ലാം DYSP റഹീം പറഞ്ഞിട്ടുണ്ട്. ശ്രീ RV ബാബു, അത് അങ്ങ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഈ പോക്സോ കേസുകൾ ആ തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് പലപ്പോഴും ഈ ഭാര്യ ഭർത്തൃ ബന്ധം വഷളാകുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവിനെതിരെ ഭാര്യ കൊടുക്കുന്ന ആ രൂപത്തിലാണ് അത്തരം കേസുകൾ ഒരുപാട് കേട്ടിട്ടുള്ളത്. ഇതൊരു സ്കൂളാണ്. ആ സ്കൂളിൽ ഒരു 10 വയസ്സുകാരി പഠിക്കുകയാണ്. അവിടെ ഒരു BJPക്കാരന്, ഒരു അധ്യാപകനെതിരെ ഒരു 10 വയസ്സുകാരി ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതും ആ കുട്ടി എത്ര കാലമാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നേരിട്ടത്, ആ കുട്ടിയോട് കൗൺസിലർമാർ ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ ചോദിച്ചത്, ഇതൊക്കെ അന്ന് പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. അപ്പോൾ കുട്ടിയെ ഉപയോഗിച്ചൊരു BJP നേതാവിനെ അങ്ങ് തീർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കേസ് എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസനീയമാണ് ശ്രീ RV ബാബു? 4 അന്വേഷണ സംഘവും അന്വേഷിച്ചിട്ട് ഇതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞത് ഈ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി പ്രതിയുടെ സ്വാധീനം ഉപയോഗിച്ച്, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലെ കൈകോർക്കലിനെ എങ്ങനെ വേണം മനസ്സിലാക്കാൻ? കൈകോർക്കുന്നത് എന്താണ്? ഇപ്പോഴല്ലേ CPMന്റെ ആൾക്കാർ രംഗത്ത് വന്നു. അങ്ങനെയല്ല ശ്രീ RV ബാബു, അന്ന് ഈ കേസിന്റെ സമയത്ത് തന്നെ. സ്മൃതി, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കൂ. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കൂ. അതായത് ഈ കേസിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഒന്ന്, ആ കുട്ടിയുടെ മൊഴികൾ പരസ്പര വിരുദ്ധമാണ്. എല്ലാം, അതായത് ഡേറ്റ് ഓഫ് ഒക്യൂറൻസ്,
പ്ലേസ് ഓഫ് ഒക്യുറൻസ്, ഈ പറയുന്ന കുട്ടി ഓരോ സ്ഥലത്തും കൊണ്ടുപോയി എന്ന് പറയുന്നു. നിങ്ങൾക്കറിയാമോ, ഇപ്പോ അബ്ദുൾ റഹീം എന്ന് പറയുന്ന DYSP അദ്ദേഹം ഒരു കേസ് അന്വേഷിച്ചിരുന്നു. ഈ കുട്ടിയുടെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ആ പരാതി എന്താണെന്ന് അറിയാമോ? അതായത് ഈ പത്മരാജൻ മാഷ് ഈ കുട്ടിയെയും കൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ അടുത്ത് പോയി അവിടെ വെച്ച് ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്, അയാൾ പീഡിപ്പിച്ചു എന്നാണ്, ആ സുഹൃത്ത് പീഡിപ്പിച്ചു എന്നാണ്. ആ കേസ് അന്വേഷിച്ചിട്ട് അബ്ദുൾ റഹീം എന്ന് പറയുന്ന DYSP, അത് വേറൊരു അബ്ദുൾ റഹീമാണ്, ഇവരെയൊക്കെ സ്വാധീനിച്ചു എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അല്ലേ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഈ കേസ് ഇപ്പൊ ഈ പറയുന്ന കേസ് ഫാൾസ്, ഫാബ്രിക്കേറ്റഡ് ആൻഡ് പൊളിറ്റിക്കലി ആൻഡ് കമ്മ്യൂണലി മോട്ടിവേറ്റഡ് ആൻഡ് നോ ഫർദർ ആക്ഷൻ ഈസ് റെക്കമെൻഡഡ് എന്ന് പറഞ്ഞത് അബ്ദുൾ റഹീം എന്ന് പറയുന്നത് DYSP ആണ്. ശരി, അങ്ങനെ ക്രൈംബ്രാഞ്ച് പറഞ്ഞു. നോക്കൂ, 4 സംഘം മാറി മാറി അന്വേഷിച്ചല്ലോ. എന്നിട്ട് 4ാമത്തെ സംഘം അന്തിമ കുറ്റപത്രം നൽകുമ്പോൾ അതിൽ ശാസ്ത്രീയ പരിശോധനയുടെ റിപ്പോർട്ടുമുണ്ട്. ഈ സ്കൂളിലെ ശുചിമുറിയിൽ നിന്നുള്ള പരിശോധന, സ്കൂളിലെ ശുചിമുറിയിൽ നിന്നും രക്തക്കറയുടേതടക്കമുള്ള തെളിവുകൾ കണ്ടെത്തിയ ശേഷമാണ് അത് റിപ്പോർട്ടായി നൽകിയത്. 11 മാസങ്ങൾക്ക് ശേഷം രക്തക്കറ കണ്ടെത്തി. അതും ആദ്യം കുട്ടി പറഞ്ഞ ശുചിമുറി മാറ്റിയിട്ട് അധ്യാപകരടക്കം ഉപയോഗിക്കുന്ന ശുചിമുറിയിൽ നിന്നും രക്തക്കറ കണ്ടെത്തി. ആ രക്തം ഈ കുട്ടിയുടേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ടോ? അപ്പൊ തെളിയാണ്ടാണോ കോടതി ശിക്ഷ വിധിച്ചത്? ആ തെളിവ് കോടതിയിലുണ്ട്. ശ്രീ RV ബാബു, കോടതി ഇതൊന്നും പരിശോധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്റെ ചോദ്യങ്ങൾ കേൾക്കൂ. കാരണം ഈ വിഷയത്തിൽ ഞങ്ങളാണല്ലോ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിയുടെ ബ്ലഡ് ആണെന്ന്, കുട്ടിയുടെ എന്നല്ല മനുഷ്യന്റെ ബ്ലഡ് ആണെന്ന് അവിടെ തെളിഞ്ഞിട്ടില്ല. നമ്മുടെ എന്താണ് രത്നകുമാർ, DYSP രത്നകുമാർ ഇത് കുട്ടിയുടെ രക്തമാണ് എന്ന് എഴുതി വെച്ചു. ഡിഫൻസ് വക്കീൽ ചോദ്യം ചെയ്തു, ഇത് എവിടെ ടെസ്റ്റ് ചെയ്തു? അപ്പൊ അത് എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അബദ്ധം പറ്റിയതാണെന്നും. ഇപ്പൊ കൗൺസിലേഴ്സിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു. കൗൺസിലേഴ്സ് ഇത്തരത്തിൽ റൂഡായിട്ട് പെരുമാറി എന്നുള്ളത് എവിടെയാണ് തെളിയിച്ചിട്ടുള്ളത്? അമ്മയുടെ പരാതിയാണ്. അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. ഈ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിലാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് ഈ കൗൺസിലേഴ്സ് വളരെ റൂഡായിട്ട് പെരുമാറി കുട്ടിയോട് എന്നുള്ളത്. ആ കേസ് നമ്മുടെ വിചാരണ കോടതിയിൽ വന്നിട്ടില്ലല്ലോ. എങ്ങനെയാണ് ഈ ജഡ്ജ് ആ കേസിന്റെ അടിസ്ഥാനത്തിൽ, ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിലർക്കെതിരെ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെടുക? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണത്? ഏത് നിയമത്തിന്റെ? വിധി വന്ന ശേഷമാണ് കൗൺസിലർമാർക്കെതിരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. കൗൺസിലർമാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ? അപ്പൊ കോടതി ജഡ്ജി ഈ വിധി തന്നെ തെറ്റാണ്, കോടതിക്ക് തെറ്റുപറ്റിയെന്നാണ് അങ്ങ് പറയുന്നത്. കോടതിക്ക് അട്ടർ ഫെയിലിയർ ആണ് കോടതിയുടെ ജഡ്ജ്മെന്റ്. കോടതി ജഡ്ജിന്റെ മൈൻഡ് ആപ്ലിക്കബിൾ അല്ല, അപ്ലൈ ചെയ്തിട്ടില്ല അവിടെ. ജഡ്ജ് ഇസ് നോട്ട് അപ്ലൈഡ് മൈൻഡ് ഇൻ ദിസ് കേസ്. യാതൊരു സംശയമില്ല കാര്യത്തില്. ഞങ്ങൾ പറഞ്ഞത് ഒരു കുട്ടിയുടെ പ്രശ്നമല്ല സ്മൃതി, ഇവിടെ പ്രശ്നം ആ കുട്ടിയെ ടൂളാക്കി എന്നുള്ളതാണ്. ആ കുട്ടി നിരപരാധിയാണ്, ഞാൻ അതിനകത്ത് അഭിപ്രായ വ്യത്യാസം പറയുന്നില്ല. ആ കുട്ടിയെ ടൂളാക്കി ഒരു വലിയ സംഘം പ്രവർത്തിച്ചു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പൊയിലൂരെ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, കാരണം ഇനി അദ്ദേഹത്തിനെ കൂടി ചീത്തയാക്കണ്ടല്ലോ. കേസ് എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ കേസ് കൊടുത്തതെന്നറിയാമോ? പത്മരാജന്റെ കേസ് വന്ന് FIR ഇട്ട സമയത്ത് ഈ പത്മരാജന്റെ സുഹൃത്തായ അദ്ദേഹം പത്മരാജൻ നിരപരാധിയാണ്, ഈ കേസ് യഥാർത്ഥത്തിൽ അന്വേഷിക്കണം, എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് അയാൾക്കെതിരെ കേസ്, ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഈ കേസിനെ കുറിച്ചിട്ടുള്ള വസ്തുതകൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ ജഡ്ജ്മെന്റ് കോപ്പി മുഴുവൻ എന്റെ കയ്യിലുണ്ട്. ഈ കേസിന്റെ ജഡ്ജ്മെന്റ് കോപ്പി മുഴുവൻ എന്റെ കയ്യിലുണ്ട്. ആർഗ്യുമെന്റ് നോട്ട്സ് ഉണ്ട്, ഡിഫൻസിന്റെ നോട്ട്സ് ഉണ്ട്, പ്രോസിക്യൂട്ടർ, പബ്ലിക് പ്രോസിക്യൂട്ടർ. എന്തുകൊണ്ടാണ് അമ്മ 9ാം സാക്ഷിയാണ്, അമ്മയെ വിചാരണ ചെയ്യാതിരുന്നത്? എന്താണ്? അമ്മ 9ാം സാക്ഷിയാണ്, അമ്മയെ എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വിചാരണ ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ്? പറയൂ സ്മൃതി. സാക്ഷിയെ വിചാരണ ചെയ്യണമെന്നാണോ? സാക്ഷിയെ വിസ്തരിക്കൂലോ, സാക്ഷി വിസ്താരം നടത്തൂലേ? അമ്മ 9ാം സാക്ഷിയാണ്, പരാതിക്കാരിയാണ്. നിങ്ങൾ ഈ പറഞ്ഞല്ലോ അമ്മ പോരാട്ടം നടത്തിയെന്ന്. അമ്മയെ വിസ്തരിച്ചിട്ടില്ല, അമ്മയാണ് പരാതിക്കാരി. അമ്മയെ വിസ്തരിച്ചിട്ടില്ല. ഓൺ വാട്ട് ഗ്രൗണ്ട്സ്? എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്? അപ്പൊ ഈ കേസ് ടോട്ടലി, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാര്, ലോക്കൽ പോലീസ് ഫസ്റ്റ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, IPS ഉദ്യോഗസ്ഥന്മാരടക്കം അന്വേഷിച്ചു. ഇതെല്ലാം അന്വേഷിച്ചിട്ട് അവരെല്ലാം കുഴപ്പക്കാര്, അവരെല്ലാം കൈകോർത്തു പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് സാമാന്യേന ആർക്കാണ് വിശ്വസിക്കാനാവുക? ശരി. ഇനി ഈ കൗൺസിലർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ കൗൺസിലർ ഒന്നും സംഘപരിവാറിന്റെ ആൾക്കാരല്ല. നിങ്ങൾ അന്വേഷിക്കൂ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട കൗൺസിലർ ആരാണെന്ന്. അപ്പൊ ഇതൊക്കെ
ആസൂത്രിതമായിട്ട് നടത്തിയ ഒരു അല്ല, കൗൺസിലർമാർ സംഘപരിവാറിന്റെ ആൾക്കാരാകണമെന്നില്ലല്ലോ. അതല്ലേ ഇപ്പൊ നമുക്ക് ഇപ്പൊ മുന്നിലുള്ള ഒരു കാര്യം. അല്ല, അത് ഇപ്പോ അങ്ങനെ വന്നാൽ ആർക്കും എന്തും പറയാലോ. ശരി, എന്തും പറയാലോ. അല്ല, വിധി വന്ന ശേഷം ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയതിന്റെ പ്രസക്തി എന്താ? ഒരു മിനിറ്റ്, ഞാൻ അങ്ങയുടെ ആരൊക്കെയാണ് പോസ്റ്റ് എടുക്കുന്നത്? ഷുക്കൂർ വക്കീലിട്ടിരിക്കുക. എന്താണ് ഷുക്കൂർ വക്കീലിട്ടിരിക്കുന്നത്? എന്താ ഈ തരത്തിൽ എന്റെ കയ്യിൽ ഇപ്പോ ഈ പറയുന്ന മാനാത്തേരി, അതായത് കണ്ണവം പോലീസ് സ്റ്റേഷന്റെ പരിധിക്കകത്തുള്ള മാനാത്തേരി മസ്ജിദില് 21 പേരുടെ കേസാണ്. 21 പേര് പീഡിപ്പിച്ച കേസ് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തുക. ഞങ്ങൾക്ക് പരാതിയിലാന്ന് പറഞ്ഞിട്ട് ഏത് ഉസ്താദുമാര് 2 ഉസ്താദുമാർക്കെതിരെ 21 കുട്ടികളെ പീഡിപ്പിച്ച കേസ് കണ്ണവം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ. ആ കേസിന്റെ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. ആ തലശ്ശേരി പോക്സോ കോടതിയിൽ വെച്ച് ഒത്തുതീർത്തു. ആ കുട്ടികളെ മൊഴി മാറ്റി ഞങ്ങളെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം ഔട്ട് ഓഫ് കോർട്ടിൽ ഇത് ഷുക്കൂർ വക്കീൽ ഒരു കേസ് ഇട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം വ്യാപകമായിട്ട് നടക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾ പറഞ്ഞില്ലേ കുട്ടികളെ ഉപയോഗിക്കാൻ പറ്റുമെന്ന്. കുട്ടികളെ ഉപയോഗിച്ചാണ് കേസ് ഒത്തുറപ്പാക്കുന്നത്. കുട്ടികളെ ഉപയോഗിക്കുന്നു കേസ് ഒത്തുറപ്പാക്കാൻ. അങ്ങനെ കുട്ടികളെ ട്യൂൺ ചെയ്യാൻ പറ്റും എങ്കിൽ ഇവിടെ കുട്ടികളെ ട്യൂൺ ചെയ്യുന്നു ഇതേ രീതിയിൽ. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ വി ആർ അനൂപ്, ഇതിപ്പോൾ ശ്രീ ആർ വി ബാബു പറയുന്ന കാര്യങ്ങൾ, ആർ വി ബാബു നേരത്തെ ഹരീന്ദ്രൻ പറഞ്ഞത് ഓരോ ഹിന്ദു സഖാവും ഉറക്കെ ചോദിക്കണമെന്നുള്ളതാണ്. അതതിലെ രാഷ്ട്രീയമായിട്ട് എടുക്കാമെങ്കിലും ഈ കേസ് കെട്ടിച്ചമർച്ചതാണ് എന്ന് ചില കാര്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ ആർ വി ബാബു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഖണ്ഡിക്കാനാവുക? ഇതിപ്പോൾ CPM BJP അല്ലെങ്കിൽ CPM സംഘപരിവാർ കൂട്ടുകെട്ടിന്റെ കേസായി മാത്രം കാണാൻ പറ്റുമോ? ഇതിപ്പോൾ കണ്ണവത്തെ മറ്റൊരു കേസിനെ കുറിച്ചാണ് ആർ വി ബാബു ചൂണ്ടിക്കാണിക്കുന്നത്. സ്മൃതി, ഇവിടെ സംഘപരിവാർ പ്രതിനിധി പറഞ്ഞത് നമ്മളെ ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല. സംഘപരിവാറിനെ കുറിച്ച് നമുക്ക് അത്തരം പ്രതീക്ഷകളുമില്ല. ഈ കേസിൻ്റെ പാലത്തായി കേസിൻ്റെ ഓരോ നാൾ വഴികളും വസ്തുതകളും നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ആദ്യത്തെ അറസ്റ്റ് തന്നെ സംഭവിക്കുന്നത് എപ്പോഴാണ്? 1 മാസം കഴിഞ്ഞ. ആ അറസ്റ്റ് ചെയ്യുമ്പോൾ പോക്സോ വകുപ്പുകൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ വലിയ ജനകീയമായ പ്രക്ഷോഭവും സമ്മർദ്ദത്തിന് ശേഷമാണ് പോക്സോ വകുപ്പുകൾ ഉൾച്ചേർത്ത് അതിന് തയ്യാറായത്. തുടക്കം മുതലേ ഇതിനെ അട്ടിമറിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൗൺസിലർമാരടക്കം അതിന് കൂട്ടുനിന്നിട്ടുണ്ട്. കോടതി വിധിയിൽ നിന്നത് വ്യക്തവുമാണ്. അപ്പോൾ ഇതിൻ്റെ മെറിറ്റിനെ സംബന്ധിച്ച്, കേസിൻ്റെ മെറിറ്റിനെ സംബന്ധിച്ച് ഞാനൊരു ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ ഇത് കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യമാണെന്നേ. അപ്പോൾ സംഘപരിവാർ പ്രതിനിധി അദ്ദേഹം സ്വാഭാവികമായും സംഘപരിവാറുകാരനായ പ്രതിനിധിയെ സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നു എന്നതിന് അത്ഭുതത്തിന് അവകാശമില്ല. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, അമ്പരപ്പിക്കുന്നത് എന്താ? CPMൻ്റെ സ്റ്റാൻഡാ. CPM നേതാവ് ഇദ്ദേഹം എന്താണ് പറഞ്ഞത്? ഹരീന്ദ്രൻ എന്താണ് പറഞ്ഞത്? ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവും സ്വീകരിക്കാത്ത സമീപനമാണെന്ന് അദ്ദേഹം സ്വീകരിച്ചത്. ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ച് BJPക്കാർ പോലും സംഘപരിവാറുകാർ പോലും പറയാൻ മടിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് എന്താ? ഈ പോക്സോ കേസിലെ പ്രതി ഹിന്ദു ആയതുകൊണ്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന ഇത്തരമൊരു ശബ്ദം നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? അത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താ? മുസ്ലിങ്ങളിൽ മദ്രസകളിൽ പീഡനങ്ങൾ നടക്കുന്നില്ലേ? അപ്പോൾ എന്താണ് നിങ്ങൾ അതിനെതിരെ ശബ്ദിക്കാത്തത്? ഞാനൊരു കാര്യം മാത്രമാണ് സ്മൃതിയോട് പറയുന്നത്. ഇങ്ങനെ മുസ്ലിങ്ങൾ ക്രൈം ചെയ്ത ഏതെങ്കിലും സന്ദർഭത്തിൽ ഏതെങ്കിലും മുസ്ലിം സംഘടന നമ്മുടെ സംസ്ഥാനത്ത് അവർക്ക് വേണ്ടി സംരക്ഷണ കവചം ഒരുക്കി രംഗത്ത് വന്നിട്ടുണ്ടോ? ഇത് വളരെ അതിഗുരുതരമായ ആരോപണമാണ്. ഹിന്ദു ആയതുകൊണ്ട് കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു പോക്സോ കേസിലേക്ക് ആളുകളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നിലനിൽക്കുന്നു. രണ്ടാമത്തേത് കാര്യം അതിൽ ആ പ്രസംഗത്തിൽ പറയുന്നത് പ്രതിഭാഗത്ത് നിൽക്കുന്നവൾ ഹിന്ദു ആയതുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗും SDPയും ഈ കേസ് ഏറ്റെടുത്തതെന്നുള്ളതാണ്. അല്ല എങ്കിൽ അങ്ങനെയല്ലാത്ത കേസുകളിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകാൻ ലീഗ് തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ കണ്ണവത്തെ മറ്റൊരു കേസ് ഇപ്പോൾ ആർ വി ബാബു ചൂണ്ടിക്കാണിച്ചല്ലോ. അത്തരം കേസുകൾ ഏറ്റെടുക്കാതെ അപ്പുറത്ത് ഭൂരിപക്ഷം സമുദായത്തിന്റെ ആളായതുകൊണ്ട് ഹിന്ദു ആയതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പച്ചയ്ക്ക് പറയുന്നുണ്ട്, ഹിന്ദു ആയതുകൊണ്ട് എന്ന് തന്നെ പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രക്ഷോഭത്തിലേക്ക് പോയത്. ഇതാണ് ആ വാചകം. ഇനി അങ്ങ് പറഞ്ഞോളൂ. അല്ല, സ്മൃതി പറഞ്ഞ പച്ചയ്ക്ക് പറയലാണെന്ന് പ്രശ്നം. അദ്ദേഹം പറയുന്നത് എന്താ? ഹിന്ദു ആയതുകൊണ്ട് ഈ പറയുന്ന ആൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ഈ പ്രതി ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മതം കാരണമാണ്. ഇത് കുറേ കാലമായി സംഘപരിവാർ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ വിഷം കലർത്താൻ ഉപയോഗിച്ച വാചകങ്ങളല്ലേ? അത് മാത്രമല്ല, താങ്കൾ തന്നെ എടുത്തു ചോദിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകൾ, അത്തരം കേസുകൾ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന
ഇത്തരം കേസുകളിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇപ്പോൾ സംഘപരിവാറിൻ്റെ പ്രതിനിധി സംസാരിച്ചതുപോലെ സംസാരിക്കുന്ന സാഹചര്യത്തിൽ കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ? ഇവിടെ പിണറായി വിജയൻ പറഞ്ഞ ഇത് ആവർത്തിച്ചാൽ സംഘപരിവാറിന് വടി കൊടുക്കുന്ന BJPക്ക് വഴിയൊരുക്കുന്ന സമീപനമല്ല CPM സ്വീകരിച്ചത്. ഇത് കേവലം ഒരു കേസിൽ ഒതുങ്ങുന്ന കാര്യമല്ല സ്മൃതി. ഇത് കേരളത്തിൻ്റെ സാമൂഹിക ശരീരത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രസ്താവനയാണ് CPM നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രസ്താവനകളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുൻകാല രാഷ്ട്രീയ ജീവിതം പറഞ്ഞ് റദ്ദ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണോ? രണ്ട് കാര്യങ്ങൾ. അത് കേരളത്തിൽ അതിൻ്റെ അലയൊലികൾ ഒരുപാട് കാലത്തേക്ക് ഉണ്ടാകും. അദ്ദേഹം പറഞ്ഞ ഒന്ന്, ഹിന്ദു ആയതുകൊണ്ട് ഇവിടെ ആളുകൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. മുസ്ലിം ക്രൈം ചെയ്താൽ മുസ്ലിങ്ങൾ സംരക്ഷിക്കുന്നു. ഇത് സംഭവിക്കുന്നത് ഈ പറയുന്നത് ഗുജറാത്തിലോ UPയിലോ ആണോ? അത് പറയുന്നത് ഏതെങ്കിലും BJPയുടെ നേതാവാണോ? ഈ പറയുന്നത് CPMൻ്റെ നേതാവ്, ഈ പറയുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന ഇൻവെർട്ടഡ് കോമയിൽ പറഞ്ഞാൽ പുരോഗമന ഇടതുപക്ഷ കേരളത്തിലാണ്. ഇതിന് കൃത്യമായി CPM വിശദീകരിക്കേണ്ടി വരും. എത്ര വിശദീകരിച്ചാലും CPMനെ കുറിച്ച് രാഷ്ട്രീയമായി നഗ്നമാക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് വളരെ കൃത്യമാണ്. ഈ കേസിൻ്റെ ഞാൻ സംഘപരിവാർ പ്രതിനിധി പറഞ്ഞ കേസിനകത്ത് ആസൂത്രിതമായി 10 വയസ്സുള്ളൊരു പെൺകുട്ടി രാഷ്ട്രീയമായി BJPയോട് പക തീർക്കാൻ നിന്നു കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതിൽ വരുന്ന വളരെ BJP നേതാക്കന്മാർ അധ്യാപകരായി എത്രയോ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പത്മരാജനെ മാത്രം നോട്ട് ചെയ്ത് BJPയോടുള്ള പ്രത്യയശാസ്ത്രപരമായ രാഷ്ട്രീയമായ പക തീർത്ത് കളയാമെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ കരുവാക്കി ഇവിടെ കേസെടുക്കുക. നമ്മളതിൻ്റെ അത്ഭുതപ്പെടുത്തേണ്ടത് എന്താ? ഒരു അച്ഛനെതിരെ അച്ഛൻ മോശമായി സ്പർശിച്ചു എന്ന് പറഞ്ഞ് അമ്മ മൊഴി കൊടുത്താൽ പോക്സോ കേസെടുക്കുന്ന നാട്ടിൽ ആ നാട്ടിലാണ് 1 മാസമായി ഒരു അധ്യാപകനെതിരെ മൊഴി കൊടുത്ത് അറസ്റ്റ് ചെയ്യുന്നില്ല, പോക്സോ വകുപ്പുകൾ ചേർക്കുന്നില്ല. അസാധാരണമായ കാര്യങ്ങൾ സംഭവിച്ചത് ഈ പത്മനാഭന് വേണ്ടിയിട്ടാണ്. ഇവിടെ സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക? താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചു, ഡിവോഴ്സ് കേസുകളിൽ പലപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ പോലും പോലീസ് ഈ പറയുന്ന സ്ത്രീയുടെ മൊഴി, അമ്മയുടെ മൊഴി ഒക്കെ പ്രാഥമികമായി കണക്കിലെടുത്ത് പോക്സോ വകുപ്പുകൾ ഇടുക. ഇവിടെ ഒരു അധ്യാപകനെതിരെ അത്ര മൊഴി വന്നിട്ടും ഈ കാലതാമസം എന്താ? വളരെ തുടക്കം മുതൽ ഈ പത്മരാജനെ സംരക്ഷിക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമം നടക്കുകയാണ്. ഒരു സിസ്റ്റം മുഴുവൻ പത്മരാജന് വേണ്ടി നിലവിലുള്ള കൗൺസിലർമാർ, അതുപോലെ കോടതിയിൽ വാദിച്ച ആളുകൾ, ഈ പറയുന്ന DYSPയുടെ അടക്കം ഒരു സംവിധാനം മുഴുവൻ. ഇത് വളരെ കൃത്യമായി കേരളത്തിലെ ഭരണത്തിൽ RSSന്റെ ഡീപ് സ്റ്റേറ്റ് എങ്ങനെ ഇടപെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിളാണെന്നേ. ഇതിനകത്ത് വളരെ കൃത്യമാണ്. കൗൺസിലർമാരെ കുറിച്ച് ഇപ്പോൾ ബഹുമാന്യയായ മന്ത്രി ശൈലജ ടീച്ചർ എന്താ പറയുന്നത്? ശൈലജ ടീച്ചറെ കുറിച്ച് വലിയ പരിവേഷമല്ല. മലയാള സിനിമയിലെ അമ്മ നടി എന്ന് പറയുന്നത് കവയൂർ പൊന്നമ്മയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ അമ്മയാണ് എന്നല്ലേ അവരെ കുറിച്ച് നമ്മളൊക്കെ പറഞ്ഞിരുന്നത്. ഇവരുടെ അമ്മ വേഷം അഴിഞ്ഞു വീണിരിക്കുകയല്ലേ. അവരെക്കുറിച്ച് കോടതി വിധിയിൽ പരാമർശമില്ല എന്ന് പറയുന്നു. ആ കോടതി വിധി വളരെ സ്പഷ്ടമല്ല. ഞാനത് ആവർത്തിക്കുന്നില്ല. സ്മൃതിക്ക് വേണമെങ്കിൽ സ്മൃതി വായിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ കൗൺസിലർമാർക്കെതിരെ പരാതി ഇപ്പോഴും പെൻഡിങ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സർക്കാർ നടപടിയെടുത്തിട്ടില്ല. വിധിക്ക് ശേഷമാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഈ വിധി വന്ന ശേഷമാണ് നടപടിയെടുത്തത്. അതെ, 5 വർഷത്തെ അതിദീർഘമായ കാലയളവിൽ കേരളത്തിലെ മനസാക്ഷിയുടെ സംരക്ഷകയായി എന്ന് പറയുന്ന ടീച്ചറമ്മ എന്ന് എല്ലാവരും വിളിക്കുന്ന കേരളത്തിലെ മാതൃഹൃദയം എന്ന് പറയുന്ന ശൈലജ ടീച്ചർ ഇതിൽ നടപടിയെടുത്തിട്ടില്ല. 2 കൗൺസിലർമാർ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി രംഗത്ത് വന്നു എന്ന് പറയുമ്പോഴും അത് നടപടിയെടുക്കേണ്ട ആളാരാ? ഇപ്പോൾ കോടതിക്ക് പറയേണ്ടി വന്നിരിക്കുക. എന്നിട്ട് ഈ ഞങ്ങൾ കോടതിയുടെ വിധി ശരിയല്ല എന്നാണ് ശ്രീ ആർ വി ബാബു ചൂണ്ടിക്കാണിക്കുന്നത്. വി ആർ അനൂപ്, അത് അങ്ങ് പറഞ്ഞു തന്നെയാണ് ചോദിക്കുന്നത്. ഒരു മിനിറ്റ് ശ്രീ അനൂപ്, ഒറ്റ മിനിറ്റ്. അദ്ദേഹം ഒരു യാത്രയിലാണ്. പറഞ്ഞോളൂ ശ്രീ ആർ വി ബാബു. ഞാൻ ചർച്ചയിലുണ്ട്, പൂർണ്ണമായിട്ട് ഉണ്ടാവില്ലെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇവിടെ ഇദ്ദേഹം യാതൊരു കേസിനെ സംബന്ധിച്ച് ഒന്നും മനസ്സിലായി. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിന് മറുപടിയില്ല. പെൺകുട്ടി പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കാര്യങ്ങളെ അദ്ദേഹവും വിശദീകരിക്കുന്നത്. ഇതൊരു കാര്യം. 2, അദ്ദേഹം മനസ്സിലാക്കിയത് എന്താണ്? ഈ കൗൺസിലേഴ്സ് ഈ കുട്ടികളെ അങ്ങ് അവരുടെ സ്വമേധയാ കൗൺസിൽ ചെയ്തു എന്നാണോ? അല്ല, പോലീസാണ് ഈ കൗൺസിലേഴ്സിനെ നിശ്ചയിക്കുന്നത്. പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കൗൺസിലേഴ്സ് കുട്ടിയെ കൗൺസിൽ ചെയ്യുന്നത്. പോലീസിനാണ് ഈ കൗൺസിലേഴ്സ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. പോലീസാണ് ആ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്.
ഹൈക്കോടതിയിൽ ഈ സമർപ്പിച്ചു എന്നുള്ളതല്ലാതെ ഈ കൗൺസിലേഴ്സ് വേറെ ആർക്കും റിപ്പോർട്ടും കൊടുത്തിട്ടില്ല, വേറെ ആരോടും സംസാരിച്ചിട്ടുമില്ല. ഈ വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു, അതിൽ അസഭ്യവും അല്ലെങ്കിൽ കുട്ടിയോട് ചോദിക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ആര് ഫൈൻഡ് ചെയ്തു? മജിസ്ട്രേറ്റ് കോടതി അല്ല, ഈ പോക്സോ കോടതി ആ കേസ് കേട്ടിട്ടില്ലല്ലോ. പോക്സോ കോടതി കൗൺസിലേഴ്സിന്റെ കേസ് കേട്ടിട്ടില്ലല്ലോ. പോക്സോ കോടതി അത് തെളിവായിട്ട് വന്നിട്ടില്ല. ഇങ്ങനെ അതുകൊണ്ടാണ് എന്റെ ചോദ്യം, ഞാൻ റിലവന്റ് ആയിട്ട് ചോദ്യം ചോദിക്കുന്നത്. പോക്സോ കോടതിയിൽ വരാത്തൊരു കേസിൽ എങ്ങനെ പോക്സോ കോടതി കൗൺസിലേഴ്സിന് നിലപാടെടുത്തു? പോക്സോ കോടതിയിൽ ഹൈക്കോടതിയുടെ കേസിനെ സംബന്ധിച്ച് ഒരു ഡോക്യുമെന്റും ഹാജരാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ പോക്സോ കോടതി ജഡ്ജിന് അങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് മനസ്സിലായി? ഈ 69 പേജ് വരുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടാകുമല്ലോ ഉറപ്പായിട്ടും. അല്ല, ഇല്ല, ഞാനതല്ല പറഞ്ഞേ. ഞാനിത് ഡിഫൻസ് വക്കീലുമായിട്ട് സംസാരിച്ച് ഈ പറയുന്ന തെളിവുകളുടെ കൂട്ടത്തിൽ പോക്സോ കോടതി അല്ല ഹൈക്കോടതിയിൽ ഈ പറയുന്ന കേസിനെ സംബന്ധിച്ചുള്ള ഒരു ഡോക്യുമെന്റും ഈ വിചാരണ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇല്ലാത്തിടത്തോളം ജലജകുമാരിക്ക്, അതായത് ജഡ്ജിന് ഈ കേസിനെ സംബന്ധിച്ച് ഒരു വിധി പറയാൻ പാടില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കൗൺസിലേഴ്സിന് നടപടിയെടുത്തോന്ന്. സാധാരണ കേസിലെ നടപടിക്രമങ്ങളിൽ അത് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ആരുടെ വീഴ്ചയാണ്? അല്ല, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന് അപ്പീൽ കോടതി. നമുക്ക് അപ്പീൽ കോടതിയിൽ ചോദ്യം ചെയ്യാനല്ലേ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പീൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ യാതൊരു സംശയമില്ല, ഈ കേസ് ഹൈക്കോടതിയുടെ വരാന്തയിൽ നിൽക്കാൻ പറ്റാത്തൊരു കേസാ. വരാന്തയിൽ നിൽക്കില്ല, യാതൊരു സംശയമില്ല. കാരണം അത്രമാത്രം വൈരുദ്ധ്യങ്ങളാണ്. എനിക്ക് കൂടുതലായിട്ട് ഞാനൊരു പരിപാടിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. എനിക്ക് കൂടുതലായിട്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിരമിക്കുന്നു സ്മൃതി. ശരി ശരി ശ്രീ ആർ വി ബാബു. പക്ഷേ എന്തൊക്കെയാണ് ആ കൗൺസിലർമാർ ചോദിച്ചത് എന്നത് നമുക്കിപ്പോൾ വായിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ മോശമായ ഒരു 10 വയസ്സുകാരോട് ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യങ്ങളുടെ വിവരങ്ങൾ മുഴുവൻ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് കോടതിയുടെ മുന്നിൽ എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. അനൂപ്, അങ്ങയുടെ മനസ്സിലാക്കൽ എന്താണ്? ഇപ്പോൾ പെൺകുട്ടിയുടെ ഈ 10 വയസ്സുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജഡ്ജി എന്നാണ് ഇപ്പോൾ ആർ വി ബാബു സമർത്ഥിക്കുന്നത്. അല്ല സ്മൃതി, ഇന്ത്യൻ തെളിവ് നിയമത്തിൽ മാത്രമല്ല, ലോകത്ത് ഏത് തെളിവ് നിയമത്തിലും ഈ കുട്ടികളുടെ മൊഴിക്കൊക്കെ വലിയ വിശ്വാസ്യതയുണ്ടെന്നേ. ഒരു 10 വയസ്സുള്ള കുട്ടി ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം മൊഴി പറയുമെന്ന് ആരാണ് വിചാരിക്കുക? അതൊരു നീതിയുടെ മാത്രം പ്രശ്നമല്ലല്ലോ, സാമാന്യ യുക്തിയുടെ പ്രശ്നമല്ലേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഞാൻ തുടക്കം മുതൽ പറയുന്നത് എന്താ, ഇതിൽ അസാധാരണമായ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. ഇവിടെ പ്രാഥമികമായി നമ്മുടെ പോലീസ് സംവിധാനം അല്ലെങ്കിൽ കോടതിയിൽ കണക്കിലെടുക്കുന്നത് എന്താ, ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ, ഞാനത് പറയുന്നത് ഏറ്റവും അടുത്ത ഉദാഹരണമാണ് പറയുന്നത്. അച്ഛനെതിരെ അമ്മ പറയുകയാണ് പെൺകുട്ടിയെ മോശമായി സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ, സെക്ഷൽ ഇൻറ്റൻഷനോടുകൂടി ലൈംഗികമായ താല്പര്യത്തോടുകൂടി സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സംവിധാനം കേസെടുക്കുന്നേ. പക്ഷേ ഈ അധ്യാപകനെതിരെ കൃത്യമായ ഇത്തരം വസ്തുതകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് 1 മാസം ആ വകുപ്പുകൾ പോലീസാണല്ലോ അത് ചാർജ് ചെയ്യേണ്ടത്. പിന്നീട് കോടതിയിൽ അതിൻ്റെ വിചാരണയ്ക്കകത്ത് അത് സാധുവാണോ അല്ലോ അത് പരിശോധിക്കാം. പക്ഷേ ഈ പോലീസ് സംവിധാനം, ഈ നാട്ടിലെ പിണറായി വിജയൻ ഭരിക്കുന്ന പോലീസ് സംവിധാനം വളരെ തുടക്കം മുതലേ ഈ RSS നേതാവിന് വേണ്ടിയാണ് നിലകൊണ്ടിട്ടുള്ളത്. ഈ കൗൺസിലർമാർക്കെതിരെ പരാതി കൊടുത്തു, അത് ഈ പറയുന്ന ഗവൺമെൻറ് പരിഗണിച്ചിട്ടേ ഇല്ല. അപ്പോൾ തുടക്കം മുതലേ ഫ്രം ദ വെരി ബിഗിനിങ് ഇവിടുത്തെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഈ പറയുന്ന ആർ വി ബാബു, അദ്ദേഹത്തിൽ നിന്ന് വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാനിവിടെ CPM സഹയാത്രികൻ, ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ എന്നോട് CPM നിന്ന് ആരും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ CPM വന്നിരിക്കുന്ന CPM സഹയാത്രികനായ റെജി ലൂക്കോസ് ഇതിനെ ന്യായീകരിക്കുമോ എന്നാണ് എനിക്കറിയാൻ. ശരി, ശ്രീ ലൂക്കോസ്, കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നടത്തിയ പ്രസംഗമാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. എന്തിനിങ്ങനെ ഒരു പ്രസംഗം നടത്തി എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഒരാളല്ല, BJPയുടെ അവിടുത്തെ പ്രാദേശിക നേതാവായിരുന്നു. അത് കേസെടുത്തു, കേസിൻ്റെ ശിക്ഷാവിധിയും കഴിഞ്ഞു, ജീവപര്യന്തം ശിക്ഷയും വിധിച്ച ശേഷം ഇങ്ങനെ ഒരു പ്രസംഗം ആർക്കു വേണ്ടിയായിരുന്നു എന്നുള്ള സംശയം സ്വാഭാവികമല്ലേ? അല്ല, അത് സ്വാഭാവികമല്ല ആ സംശയം. കാരണം ഇതിൻ്റെ നാൾവഴികളിലൂടെ സഞ്ചരിച്ചാൽ ഒരു പിഞ്ചു കുഞ്ഞിനെ, ഒരു 10 വയസ്സുള്ള കുഞ്ഞിനെ ഒരു അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന കേസ് പുറത്തു വന്നപ്പോൾ മുതൽ ആ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം തുടരവേ പോസ്കോ കേസിൽ ഈ പ്രതിയെ ചാർത്തിപ്പെട്ടില്ല എന്നുള്ള ആരോപണം പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് മതവും ജാതിയും CPM വർഗീയത, അതായത് BJPക്ക് RSSനും വേണ്ടിയിട്ട്
ഒത്തുകളിക്കുന്നുള്ള ആരോപണം ഉന്നയിച്ചത് ആരാ? ഇവിടുത്തെ SDPI മുസ്ലിം ലീഗും കോൺഗ്രസിൻ്റെ ഒരു വിഭാഗമാണ്. അത്യന്തം ഹീനമായ നടപടി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉത്തരമേഖല IG ആയിരുന്ന ശ്രീജിത്തിൻ്റെ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടത്തിയ ഒരു ഓഡിയോ സന്ദർശനം, ആ ഓഡിയോ ഇന്നും വൈറലാണ്. ആ ഓഡിയോയ്ക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട് പോസ്കോ ചാർത്താൻ കണക്ട് ചെയ്യാനുള്ള തെളിവുകൾ കിട്ടുന്നില്ല, ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്, ഞങ്ങൾ കുഞ്ഞിൻ്റെ അടുത്താണ് സാബിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. ഇയാൾ ഒരു തെമ്മാടി എന്നുള്ള വാക്ക് ഉപയോഗിച്ച അധ്യാപകനെ കുറിച്ച്, അയാൾ തെമ്മാടിയാണ്, അയാൾക്കൊരു സ്കൂൾ അധ്യാപകനുള്ള യോഗ്യത പോലുമില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ശ്രീജിത്ത് പറയുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു ലോക്കൽ പോലീസിനെ സംബന്ധിച്ചോളം പോസ്കോ ചാർത്തണമെങ്കിൽ അതിൽ പോസ്കോ ചാർത്തക്കത്തെ രീതിയിലുള്ള കണക്ഷൻ ഉണ്ടാകണം. അത് കിട്ടാത്തതുകൊണ്ടാണെന്നാണ് ഈ IG പറയുന്നത്. അതിൻ്റെ വസ്തുതയെക്കുറിച്ച് നമുക്കറിയത്തില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ അതിൽ തൃപ്തി വരാതെ കൊണ്ട് ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ അമ്മയും അമ്മാവനും ഹൈക്കോടതിയെ സമീപിക്കുകയും അത് സർക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഏത് അന്വേഷണ ഏജൻസിയും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ക്രൈംബ്രാഞ്ചെ കൊണ്ട് അന്വേഷിപ്പിച്ചു. ആ പോസ്കോ കേസ് ചാർജ് ചെയ്തു. ഇന്ന് അയാൾ വരെ ഉള്ള ജീവപര്യന്തത്തിന് ജയിലിൽ കിടക്കുക. പക്ഷേ ഇതിനകത്ത് സംഭവിച്ചെന്താ? ഞാൻ ഈ കേസ് വിധിച്ച അന്നൊരു ചാനൽ ചർച്ചയ്ക്ക് ഇരുന്നതാണ്. അന്ന് മുതൽ ഈ കേസ് ചാർജ് ചെയ്തതിന് മുമ്പും അതിനുശേഷവും ഈ CPM BJP ആയിട്ട് ഒത്തുകളിച്ച് അയാൾ ഹിന്ദു ആയതുകൊണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള തികച്ച് ഹീനമായ ഒരു നരേഷൻ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അടുത്ത് ചിത്രീകരിക്കാനുള്ള ഹരീന്ദ്രന്റെ പ്രസംഗം അങ്ങനെയല്ല. ഹിന്ദു ആയതുകൊണ്ടാണ് അവിടെ മുസ്ലിം ലീഗ് അടക്കം പ്രക്ഷോഭം നടത്തിയെന്നാണ് പറയുന്നത്. പ്രതി ഹിന്ദു ആയതുകൊണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു CPM നേതാവിൽ പ്രതീക്ഷിക്കുന്നേയില്ല. അതിനുശേഷം ആരുടെ ഭാഗത്തു നിന്നാണ് അഭിനന്ദനങ്ങൾ പ്രവഹിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. അല്ല RSSനും BJPക്കും വേണ്ടിയിട്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഈ കേസ് അട്ടിമറിച്ച് അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നുള്ള രീതിയിലുള്ള വാദഗതികൾ ഈ കേസിന്റെ വിധി വന്നതിന് ശേഷം അന്ന് മുതൽ ഹീനമായിട്ട് മുസ്ലിം ലീഗിന്റെയും SDPയുടെയും അവിടുത്തെ കുറെ കോൺഗ്രസ് നേതാക്കളുടെയും പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഹാൻഡിലൂടെയും മാധ്യമങ്ങളിലൂടെയും പുറത്തു വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഈ ഹരീന്ദ്രൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഇതുകൊണ്ടാണ് ഇതുപോലെ മോശമായ രീതിയിൽ പ്രതികരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് എങ്ങനെയാണ് ഒരു CPM ഒരു CPM നേതാവിൽ നിന്ന് ഹിന്ദു പ്രതിയും മുസ്ലിം ഇരയും എന്ന രൂപത്തിൽ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുമോ? അങ്ങനെ ഒരു പ്രസംഗം അദ്ദേഹം അവിടെ നടത്തുകയാണ്. എന്നിട്ട് മദ്രസകളിലെ പ്രതികളെ പറ്റി പറയുന്നു. മദ്രസകളിലെ മദ്രസ അധ്യാപകർ പ്രതികളായിട്ടുള്ള കേസുകൾ പറയുന്നു. അതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് എവിടെയാണ്? അസ്ഥാനത്ത് പ്രയോഗിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രസംഗം CPM നേതാവെന്നല്ല, സാധാരണഗതിയിൽ BJP RSS നേതാക്കൾ നടത്തുന്ന പ്രസംഗമാണ്. അതേ ശൈലിയിലാണ് ഹരീന്ദ്രന്റെ പ്രസംഗം ഉണ്ടായത്. അതങ്ങ് എത്ര പറഞ്ഞാലും അത് അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റില്ല. മറ്റൊന്ന്, ഈ പാലത്തായി അന്വേഷണം പലപ്പോഴായി ഇഴഞ്ഞു നീങ്ങുകയും ഈ പ്രതിയിലേക്ക് എത്തുന്ന വൈകുകയൊക്കെ ചെയ്ത് അക്കാലത്ത് വലിയ ചർച്ചയായതാണ്. അതെങ്ങനെയാണ് മറക്കാൻ പറ്റുക? നോക്കൂ, അവർ ഹീനമായിട്ട് ആക്രമിച്ച ആരെയാ? ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചറെയാ. ശൈലജ ടീച്ചർ ഈ 2 കൗൺസിലേഴ്സിന് വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത് കൊടുത്തു. ശൈലജ ടീച്ചർ ഈ പെൺകുട്ടി മുസ്ലിം പെൺകുട്ടി അതിന്റെ പേരിൽ മാത്രം തന്റെ നിയോജകമണ്ഡലത്തിലെ ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള അട്ടിമറിക്ക് കൂട്ടുനിന്നും ചർച്ചയിൽ പങ്കെടുത്ത് ആ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത ആളാണെന്ന് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതിനു മുമ്പ് അവർ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ സെക്രട്ടേറിയറ്റ് അതല്ല അതിന്റെ സത്യാവസ്ഥ, ഇവർ കാണുന്ന വർഗീയതയല്ല, അത് അയാൾ ഹിന്ദു ആയതുകൊണ്ടായിരിക്കാണ് അവരിങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ത് വർഗീയതയുള്ളേ? അല്ലെങ്കിൽ ഇവരങ്ങനെ പറഞ്ഞില്ല എങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് അംഗം പറയുന്നത് തെറ്റാ. അത് വർഗീയതയാണെന്ന് തോന്നുന്നില്ലെങ്കിൽ ഒന്നും പറയാനില്ല. അതല്ല, ഞാൻ ഐ റിപ്പീറ്റ് യു. അല്ല സ്മൃതി, അവർക്കൊക്കെ ഇഷ്ടം പോലെ സമയം കൊടുത്തില്ലേ? ഞാൻ പറഞ്ഞല്ലോ, വർഗീയതയുടെ 7 അയലൊക്കത്തിൽ സഞ്ചരിക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്കത് ഇഷ്ടമല്ല, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇതിൽ വർഗീയത കണ്ട് ഈ BJPയുടെ RSSന്റെയും കുഴലൂത്തുകാരാണെന്നും അവരെ പിന്തുണയ്ക്കുന്നതാണെന്നും ഒരു പെൺകുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത കേസിൽ പോലും വർഗീയത CPMന് മുമ്പിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ അത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നതെന്നുള്ള വിശദീകരണം കൊടുത്ത ഒരു CPM നേതാവ് ശരിക്കും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയല്ല കാണിച്ചത്. അതല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഠിനമായ തെറ്റാ, ഒരു തർക്കമല്ല കാര്യത്തിൽ. വിധി വന്ന ശേഷം നടത്തിയ പ്രതികരണം എന്താണ്? ആ ശൈലജ ടീച്ചർ എനിക്ക് അയച്ചു തന്നെ എൻ്റെ ഉണ്ട്, ഞാനത് കണ്ടിട്ടാ ചർച്ചയ്ക്ക് പോയത്. അവര് പറഞ്ഞത് എന്താണ്? അവര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു മന്ത്രിയാണ്, കൗൺസിലേഴ്സിന്റെ പേരൊന്നും ഒരു മന്ത്രിയുടെ ടേബിളിൽ വരത്തില്ല, 100 കണക്കിന് കൗൺസിലേഴ്സ് ഉണ്ട്, അവരുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് പരാമർശം ഉണ്ടെങ്കിൽ അത് അവരെ പിരിച്ചുവിടണമെന്നാണ് ടീച്ചർ പറഞ്ഞത്. അവരുടെ നടപടി സ്വീകരിക്കണം.
നിങ്ങളോട് വേറൊരു കാര്യം പറയാം. ഇവിടെ മുസ്ലിം ലീഗിന്റെയും അല്ല, തെറ്റുപറ്റി എന്നുള്ളത് മന്ത്രിക്ക് അറിയാൻ പറ്റിയില്ല എന്നാണോ? അന്ന് മന്ത്രിയായിരിക്കുമ്പോൾ തെറ്റുപറ്റി എന്നുള്ളത് അറിഞ്ഞില്ല എന്നാണോ? അങ്ങനെയാണോ പറയുന്നത്? കൗൺസിലേഴ്സിന്റെ ഭാഗത്ത് തെറ്റുപറ്റി എന്നുള്ളത് മന്ത്രിക്ക് അന്ന് മനസ്സിലാക്കി? പറഞ്ഞോളൂ. അല്ലെന്നേ, അത് സ്മൃതി അത് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ അതിന്റെ കൃത്യമായ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് പറയണേ. ടീച്ചർ 2021 വരെയാണ് മന്ത്രിയായിരുന്നത്. ടീച്ചർ ഈ വിഷയം ഉണ്ടായ അന്ന് മുതൽ ആ കുടുംബത്തോടൊപ്പം ചേർത്ത് നിർത്തുകയും, നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ ആ കുടുംബം, ആ അമ്മയ്ക്കും അമ്മാവനും, കേസ് നടത്തിയ അമ്മാവനും ഒരു പരാതിയിൽ ടീച്ചറെ ഈ വിധി വന്ന ദിവസവും ശിക്ഷ പ്രഖ്യാപിച്ച ദിവസവും ടീച്ചറെ വിളിച്ച് അവർ നന്ദി പറഞ്ഞു. അതിന്റെ ഓഡിയോ ഒക്കെ പുറത്തു വന്നു. ടീച്ചർ അന്ന് അവർക്കൊരു പരാതിയില്ല. ഈ വർഗീയ വിഷം ഒരു കുഞ്ഞിന്റെ ജാതിയുടെ നിറം ചാർത്തിക്കൊണ്ട് ഒരു അന്വേഷണത്തെ വർഗീയപരമായി മാറ്റിയെടുത്ത് മുതലെടുക്കാൻ ശ്രമിച്ച മുസ്ലിം ലീഗിന്റെ STPയുടെ പോലുള്ളവരുടെ പ്രവർത്തകരാണ് ഇതിനകത്ത് തെറ്റിയിരിക്കുന്നത്. അത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നതാണോ മതേതര കേരളത്തിൽ? അതൊരു പൊതുപ്രസംഗത്തിലൂടെ തന്നെ അത് വിവരിക്കണം. അതായത് ശിക്ഷ വിധിച്ച് ജീവപര്യന്തം തടവ് കൊടുത്തതിന് ശേഷം പ്രതി ഹിന്ദു ആയതുകൊണ്ട് എന്ന രൂപത്തിലുള്ള പ്രസംഗം നടത്തുക തന്നെ വേണം. ഞാൻ PK നവാസിലേക്ക് പോകും. നവാസ്, ലീഗ് എന്തുകൊണ്ട് ഈ വിഷയം ഏറ്റെടുത്തു? അതൊരു മുസ്ലിം കുട്ടിയായതുകൊണ്ടാണ് എന്നതാണ് ഹരീന്ദ്രന്റെ പ്രസംഗം. അല്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കേസ് എടുക്കില്ല. മറ്റൊരു ഉദാഹരണം ഇവിടെ RV ബാബുവും ചൂണ്ടിക്കാണിക്കുന്നു. കണ്ണവത്ത് മറ്റൊരു കേസുണ്ട്, മദ്രസ അധ്യാപകർക്കെതിരായ കേസ്. അത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അത് വേണമെങ്കിൽ തെളിവുകൾ തരാമെന്നും അദ്ദേഹം പറയുകയാണ്. അതിനോട് ലീഗിന് പറയാനുള്ളത് എന്താണ്? സ്മൃതി, രണ്ട് കാര്യം. ഒന്ന്, നമ്മുടെ ചർച്ചയുടെ 3/4 ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആവശ്യമായ സമയം തരണം എന്ന റിക്വസ്റ്റോട് കൂടിയാണ് ഞാൻ. ഉറപ്പായിട്ടും. ഒന്ന്, അത്യന്തം അപമാനത്തോടു കൂടിയാണ് ഈ ചർച്ചയിൽ ഞാൻ ഇരിക്കുന്നത്. അത്യന്തം അപമാനത്തോടു കൂടി ചർച്ചയിലിരിക്കുന്നത്. RV ബാബു എന്തെല്ലാമാണ് പറഞ്ഞു പോയത്. ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് VR അനൂപ് പറഞ്ഞു, അതിന് മറുപടി പറയുന്നില്ല. ശരിയാണ്, അവജ്ഞയോടുകൂടി തള്ളിക്കളയേണ്ട ഒന്നാണ്. പക്ഷേ കേരളം ഇത് കേൾക്കുന്നില്ലേ? അവരതിൻ്റെ സത്യാവസ്ഥ അറിയണ്ടേ? ഇപ്പോൾ റെജി ലൂക്കോസ് സാർ ഇവിടെ പറഞ്ഞു, ഞാൻ വർഗീയതയോട് ഒരു തരിമ്പ് പോലും അടുത്ത് നിൽക്കാത്തവനാണെന്ന്. റെജി സാറെ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഈ സംസാരം ഒരുപക്ഷെ നിങ്ങളുടെ രാഷ്ട്രീയ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും അപമാനിതനായ ഒരു മണിക്കൂറുകളായി നിങ്ങൾ എഴുതി വെക്കണം. എന്തുകൊണ്ടാണ് CPM പ്രതിസ്ഥാനത്ത് വന്നത്? ഞങ്ങൾ മാത്രമാണോ? അവിടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ, ആക്ഷൻ കമ്മിറ്റി. ആ ആക്ഷൻ കമ്മിറ്റി എല്ലാ പാർട്ടിക്കാരും ഉണ്ടല്ലോ. എന്തുകൊണ്ട്? ഞാൻ രണ്ട് കാര്യം പറയാം. എന്തുകൊണ്ട് CPM പ്രതിസ്ഥാനത്ത് വന്നു, എന്തുകൊണ്ട് RV ബാബുവിന്റെ മറുപടി. CPM പ്രതിസ്ഥാനത്ത് വരുന്നത് എവിടെയാണ് റെജി സാറേ? ഈ കേസ് രജിസ്റ്റർ ചെയ്ത് പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ട് 29 ദിവസം, ഒരു മാസത്തിന് ഒരു ദിവസം കുറവുള്ളത് വരെ ഈ കുട്ടിയെ പിടിക്കാൻ ഒരു ശ്രമവും ഈ പ്രതിയെ പിടിക്കാൻ ഒരു ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതിന്റെ ഉത്തരവാദിത്വം ലീഗ് ഏറ്റെടുക്കണോ? അതിന് ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കണോ? അതിന് ഉത്തരവാദിത്വം പ്രതിപക്ഷം ഏറ്റെടുക്കണോ? അതിന് ഉത്തരവാദിത്വം ഇവിടുത്തെ CPM നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റിനല്ലേ? അതിന് നിങ്ങൾ വിമർശിക്കപ്പെടില്ലേ? അത് വിമർശിക്കപ്പെട്ടാൽ ഇങ്ങനെ മതം നോക്കിയുള്ള മറുപടിയാണോ നിങ്ങളുടെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പറയേണ്ടത്? പോട്ടെ, അവിടുത്തെ MLA മന്ത്രിമാരായിരുന്നു, ബഹുമാനപ്പെട്ട ടീച്ചറമ്മയായിരുന്നല്ലോ. ആ ടീച്ചറമ്മ പറഞ്ഞത് ഒരു ചാനൽ അഭിമുഖത്ത് പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ ആ കേസിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഒരു കുട്ടി ഇത്രമേൽ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട ഒരു കേസ് കേരളം ഒന്നാകെ ചർച്ച ചെയ്തപ്പോൾ അത് അറിയില്ല എന്ന് പറഞ്ഞ MLA പൂവിട്ട് പൂജിക്കണോ? അതിന് ലീഗാണോ ഉത്തരവാദി? അതിന് കോൺഗ്രസ് ആണോ ഉത്തരവാദി? അതിന് പ്രതിപക്ഷമാണോ ഉത്തരവാദി? അതിന് മറ്റാരെങ്കിലും ആണോ ഉത്തരവാദി? ഇനി അതുമാത്രമല്ല, നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിപ്പകർപ്പിലെ 112ാമത്തെ ഐറ്റത്തിൽ വളരെ കൃത്യമായി പറയുന്നില്ലേ, ദ പെറ്റിഷൻ ഈസ് സ്റ്റിൽ പെൻഡിങ് ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ദർ വുഡ് ബി അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഇൻ ദി മാറ്റർ. എന്ന് വെച്ചാൽ ഇപ്പോൾ എടുത്ത നടപടി അന്ന് അധികാരം കയ്യിലുള്ള ഈ ടീച്ചറമ്മ എടുക്കാതെ പോയതിന് ഉത്തരവാദിത്വം ലീഗാണോ, കോൺഗ്രസ് ആണോ? അങ്ങനെ അധികാരം കയ്യിലുള്ളപ്പോൾ ഈ പരാതിയുടെ മുകളിൽ ടീച്ചറമ്മ സ്വന്തം നിയോജക മണ്ഡലത്തിൽ അധികാരം കയ്യിലുള്ള സമയത്ത് ആ നിയോജക മണ്ഡലത്തെ കുട്ടിക്കുണ്ടായ ഒരു ദുരനുഭവത്തിൽ അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുമ്പോൾ നടപടിയെടുക്കാതെ ടീച്ചറമ്മയെ വിമർശിക്കുന്നതാണോ നിങ്ങൾ പറഞ്ഞ വർഗീയത? ആ ടീച്ചറമ്മയെ കേരളത്തിലെ പൊതുസമൂഹം ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ നിരന്തരമായി നിങ്ങളെ വെറുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാ മാധ്യമങ്ങളും അത് വാർത്തയാക്കിയ അതാണോ നിങ്ങൾ പറഞ്ഞ ഈ വർഗീയത? അതോ ഹരീന്ദ്രൻ പറഞ്ഞതാണോ വർഗീയത? നിങ്ങൾ പരിശോധിക്ക്. റെജി സാറെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായ മണിക്കൂറുകളിലാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആവർത്തി കൂടി പറയാൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഹരീന്ദ്രൻ പറഞ്ഞതിലെ കുഴപ്പം എന്താണ്? ഒറ്റ വാചകം കൊണ്ട് ഞാനത് പറയാം. ഹരീന്ദ്രൻ വിളമ്പിയത് കേരളത്തിലെ മതേതര കേരളത്തിലുള്ള സദ്യയായിരുന്നില്ല, അത് വർഗീയതയുടെ സദ്യയായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് RV ബാബുവും അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശശികല ടീച്ചറും ആ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും പെട്ടെന്ന് ഓടിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വന്നത്. ഹരീന്ദ്രൻ പറഞ്ഞത് എത്രമേൽ അപകടകരമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് പാഞ്ഞു വന്ന അത് ഭക്ഷിക്കാൻ വേണ്ടി തയ്യാറായ ഈ രണ്ടാളുകളെ കുറിച്ചാണ്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല. CPM എന്തുകൊണ്ട് പ്രതിസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ CPM പ്രതിസ്ഥാനത്താണ്. CPM ചോദ്യം ചെയ്യപ്പെടും. അധികാരത്തിലിരിക്കുന്ന CPM ഈ വിഷയത്തിൽ കൂട്ടുകച്ചവടത്തിന് ശ്രമിച്ചു, ആക്ഷേപമുണ്ട്. അല്ലെങ്കിൽ 30 ദിവസം എടുക്കേണ്ട കാര്യമെന്ത്? ടീച്ചറമ്മ അറിയില്ല എന്ന് പറയേണ്ട കാര്യമെന്ത്? പരാതി കിട്ടിയിട്ട് കോടതി വിധി വരുന്നത് വരെ നടപടിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട
ഉണ്ടാകേണ്ട കാര്യമെന്ത്? അതുണ്ടായില്ലല്ലോ. അപ്പൊ നിങ്ങൾ പ്രതിസ്ഥാനത്താണ്, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഇത് ജനാധിപത്യ കേരളമാണ്. അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പ്രതിയുടെ മതവും വിക്ടിമിന്റെ മതവും പറഞ്ഞ് ഒരു പ്രസംഗം നടത്തലാണോ? ഇനി മറ്റൊരു ചോദ്യമുണ്ട്. ഇപ്പോ ഈ പ്രസംഗത്തിന്റെ പ്രസക്തി എന്താണ്? ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞു പോയതാണ്. നമ്മൾ 5 വർഷങ്ങൾക്ക് മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം നടത്തിയത്. ഞങ്ങൾ ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുത്ത ആളുകളാണ്. അത് കഴിഞ്ഞു, കോടതി വിധി പറഞ്ഞു, ഇയാൾ ജീവപര്യന്തത്തിന് ജയിലറിലേക്ക് പോയി. ഇപ്പോൾ ഹരീന്ദ്രന്റെ ഈ പ്രസംഗത്തിന്റെ പ്രസക്തി എന്താണ്? ആ പ്രസംഗത്തിന്റെ പ്രസക്തിയുടെ ഏറ്റവും ഉൾപ്പൊരുൾ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിന്റെ വാചകം അത് മറ്റൊരിടത്ത് വന്നിട്ടുണ്ട്. അത് എവിടെയാ വന്നത്? ഈ കോടതിയിൽ ഈ പറയുന്ന പ്രതി പപ്പൻ എന്ന് പറയുന്ന പ്രതിയുടെ വാദം അവിടെയുണ്ട്. ഇത് മുസ്ലിം മത തീവ്രവാദികൾ എനിക്കെതിരെ ഉണ്ടാക്കിയെടുത്ത കേസാണ്. അത് അവസാനം പറയുന്നുണ്ട്. ഈ കേസിന്റെ ജഡ്ജ്മെന്റ് പറയുന്നതിന്റെ അവസാനത്തൊരു ഘട്ടത്തിൽ അതിന്റെ അവസാനം ഇനി എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നിടത്ത് അവിടെ കോടതിയിൽ ഇവർ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയും കുട്ടികളും ആത്മഹത്യ ചെയ്താൽ അതിന്റെ ഉത്തരവാദി ഇവിടുത്തെ മുസ്ലിം വർഗീയവാദികളാണ് എന്നവർ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഹരീന്ദ്രന്റെ വാചകമല്ല. ഇത് ഈ പറയുന്ന കൊടിയ വർഗീയത കാണിച്ച ഒരു കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഈ പറയുന്ന പപ്പൻ മാഷുടെ വാചകത്തെയാണ് ഹരീന്ദ്രൻ പറഞ്ഞത്. ഈ കണക്ഷനെയാണ് കേരളം ചോദ്യം ചെയ്യപ്പെടുന്നത്. ആ കണക്ഷന് ഏറ്റവും കൂടുതൽ പിന്തുണയുമായി വന്നത് RV ബാബുവും ശശികല ടീച്ചറുമാണ്. അതാണ് കേരളത്തിന്റെ പ്രശ്നം. ശ്രീ റെജി ലൂക്കോസ്, ആ പ്രശ്നത്തെ കാണാതെ പോയിട്ട് കാര്യമില്ല. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ RV ബാബു പറഞ്ഞൊരു കാര്യമുണ്ട്. RV ബാബുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. ഒന്ന്, അമ്മ എന്തുകൊണ്ട് ഇതിൽ വിസ്താരം നടത്തിയില്ല? സ്മൃതി, അമ്മ എന്തുകൊണ്ട് വിസ്താരം നടത്തിയില്ല? അത് ഈ കേസ് പഠിക്കണം. ഈ കേസിൽ ഈ കുട്ടി പറയുന്നത് ആരോടാണ്? അമ്മയുടെ അനിയത്തിയുടെ മകളോടാണ് ഇത് പറയുന്നത്. ആ മകളെ വിസ്തരിച്ചല്ലോ. പിന്നീട് ഈ മകൾ ആരോടാ പറയുന്നത്? ഈ അമ്മയുടെ അനിയത്തിയോട് ഈ കാര്യം പറയുന്നു. ആ അമ്മയുടെ അനിയത്തിയെ വിസ്തരിച്ചല്ലോ. ആ അമ്മയുടെ അനിയത്തി ആരോടാ പറയുന്നത്? അമ്മയോടല്ല പറയുന്നത്, പകരം ആ അമ്മയുടെ ആങ്ങളയോടാ പറയുന്നത്, കുട്ടിയുടെ മാമനോടാണ്. മാമനെയും വിസ്തരിച്ചു. കുട്ടി പറയുന്ന മൊഴിയുടെ പരിശോധനയ്ക്ക് വേണ്ടി 3 പേരെ വിസ്തരിച്ചു. അതുകൊണ്ട് ഇനി അമ്മ 4ാമതാണ് വിഷയത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് അമ്മയെ വിസ്തരിച്ചില്ല. ഒന്ന്, ഇനി നിങ്ങൾ പരിശോധിക്കണം, ഈ കേസിന്റെ നാൾ വഴികളിൽ വളരെ തെറ്റായ പ്രചരണമാണ് ബഹുമാനപ്പെട്ട RV ബാബു നടത്തിയത്. എനിക്ക് RV ബാബുവിനോട് പറയാനുള്ളത്, LSSന്റെ സ്കോളർഷിപ്പ് കിട്ടിയ ഉയർന്ന മാർക്ക് നേടിയ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പഠിക്കട്ടെന്നേ, ജീവിക്കട്ടെന്നേ. നിങ്ങൾ സകല തമ്മാടിത്തരം ചെയ്ത ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി ആ കുട്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് കേസ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ വേട്ടയാടല്ല. നിങ്ങൾ ഈ കേസിന്റെ പിറകിൽ നിന്ന് പോയി. ഇതിൽ BJP അല്ല പ്രശ്നം. ഇതിൽ കോൺഗ്രസോ BJPയോ ലീഗോ CPMോ അല്ല പ്രശ്നം. ഒരു അധ്യാപകൻ ഒരു കുട്ടിയോട് ചെയ്ത ഏറ്റവും ക്രൂരമായ പ്രവർത്തനം അതിലെ പ്രശ്നം. നോക്ക് നിങ്ങൾ, ഈ കേസ് ഉണ്ടാകുന്നത് ജനുവരി മാസത്താണ്. ഈ വിഷയം പുറത്തു വരുന്നത് ജനുവരി മാസത്തിൽ 3 തവണ ഈ കുട്ടിയെ, ഒരു തവണ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത്, ഒരു തവണ ഇന്റർവെല്ലിന്റെ സമയത്ത്, ഒരു തവണ LSSന്റെ സമയത്ത് 3 തവണ ശാരീരികമായി ഉപദ്രവിച്ചു. ഇപ്പൊ ഇവർ പറയുന്ന കേട്ടോ, ഈ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് കേട്ട തോന്നുന്നത്. മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. ഈ പെനട്രേറ്റഡ് സെക്ഷൽ അസോൾട്ട് നടന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് ഉണ്ടല്ലോ. പിന്നെ ആരാണ് ഈ കുട്ടി ഇത് ചെയ്തത്? ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകണ്ടേ? ആ ഉത്തരം പറയാൻ ഇവിടുത്തെ പോലീസിന് ബാധ്യതയില്ലേ? ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ബാധ്യതയില്ലേ? മാത്രമല്ല നിങ്ങൾ അറിയേണ്ടത്, ഈ ജനുവരി മാസത്തിൽ നടന്ന ഈ വിഷയത്തിൽ ജനുവരി മാസം 18-ാം തീയതി ഈ ജനുവരി മാസം 2ാം ആഴ്ച കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ അവിടുത്തെ അധ്യാപികർ, ലൈലാബി ഉൾപ്പെടെയുള്ള അധ്യാപികമാർ പാഡ് കൊണ്ടു കൊടുക്കുന്നു. സ്വാഭാവികമായി പെൺകുട്ടികൾക്ക് പീരീഡിന്റെ ഭാഗമാണ് എന്ന് കരുതിയിട്ട് കൊണ്ടു കൊടുക്കാൻ, അത് ധരിച്ചുകൊണ്ട് അവിടെ വീട്ടിലേക്ക് പോവാൻ, വീട്ടിൽ നിന്ന് മാറാതിരിക്കുമ്പോൾ ആശുപത്രി, ജനുവരി മാസം 18-ാം തീയതി ചൊക്ലിയിൽ ആശുപത്രിയിൽ ഡോക്ടർ വസുമതിയെ കൊണ്ട് കാണിക്കാൻ, ഡോക്ടർ വസുമതി ചില കുട്ടികൾക്ക് നേരത്തെ തന്നെ ഇങ്ങനെ ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞാൽ ടോണിക്ക് കൊടുക്കാൻ, അവിടെ മെഡിക്കൽ ടെസ്റ്റ് നടന്നില്ല, റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അത് കഴിഞ്ഞിട്ടോ ഈ കുട്ടി പിന്നെ ക്ലാസ്സിലേക്ക് സ്ഥിരമായി വരുന്നില്ല. അവിടെ അതിനുശേഷം ഈ കുട്ടി അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ ചെന്ന് ഒരു ദിവസം വൈകുന്നേരം കളിക്കുന്ന സമയത്ത് അമ്മയുടെ അനിയത്തിയുടെ മകളോടാണ് പപ്പൻ മാഷെക്കുറിച്ച് സംസാരിക്കുന്നിടയിൽ പപ്പൻ മാഷ് വെടക്കാണ് എന്നൊരു വാചകം പറയുന്നത്. ആ വാചകം അമ്മയുടെ അനിയത്തി കേൾക്കാൻ, അവിടെ നിന്നാണ് ഈ കേസിന് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് കുട്ടി പപ്പൻ മാഷ് വെടക്കാണ് എന്ന് പറയുന്നത്? അത് അന്വേഷിക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പുറത്തു വരുന്നത്. ഈ അനുഭവത്തെക്കുറിച്ച് അവര് അമ്മയുടെ അനിയത്തി അമ്മയോട് പറയാതെ ഈ അമ്മാവനോട് പറയുകയാണ്. അമ്മാവൻ ഇത് ചൈൽഡ് ലൈനിൽ അറിയിക്കുന്നു. പിന്നീട് DYSP വേണുഗോപാലെ പോയി കാണുന്നു. കേസ് ഉണ്ടാകുന്നു. ചൈൽഡ് ലൈൻ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. പാനൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു. കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RV പറഞ്ഞല്ലോ, പ്ലേസ് ഓഫ് ഒക്കറൻസ്, ഡേറ്റ് ഓഫ് ഒക്കറൻസ് ഇതൊക്കെ വ്യത്യസ്തമാണ് എന്ന് RV കൂടെ പറഞ്ഞു. അത് കേസിനെ കുറിച്ച് കൃത്യമായി പഠിക്കണം സ്മൃതി. അതുപോലെ കേൾക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടും. എന്താ ഈ വിഷയത്തിൽ ഉണ്ടായത്? ഈ കുട്ടിയെ പാനൂർ പോലീസ് സ്റ്റേഷൻ മൊഴിയെടുക്കുന്ന സമയത്ത്, കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ 2020 മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് ഡേറ്റ് കുട്ടിക്ക് കൃത്യമായി ഓർമ്മയില്ല. അവിടെയാണ് പോലീസുകാരന്റെ ആദ്യത്തെ അതിക്രമം നടക്കുന്നത്. ഡേറ്റ് തെറ്റായി രേഖപ്പെടുത്തി. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത് പ്ലേസ് ഓഫ് ഒക്കറൻസ് തെറ്റാണെന്ന് പറഞ്ഞു. പ്ലേസ് ഓഫ് ഒക്കറൻസ് എവിടെയാണ്? എന്നെ ബാത്റൂമിൽ കൊണ്ടുപോയി വാതിൽ കുറ്റിയിട്ടു എന്ന് പറയുന്നുണ്ട്. ഇവർ അന്വേഷണത്തിന് വേണ്ടി കൊണ്ടുപോയപ്പോൾ അവിടെ അധ്യാപികമാർ ഉപയോഗിക്കുന്ന ബാത്റൂം ഉണ്ട്, അതിന് കുറ്റിയുണ്ട്. കുട്ടികൾ ഉപയോഗിക്കുന്ന ബാത്റൂം ഉണ്ട്, കമ്പാർട്ട്മെന്റ് ബാത്റൂമാണ്. അപ്പൊ ഈ കുട്ടിയെ കമ്പാർട്ട്മെന്റ് ബാത്റൂമാണ് കുട്ടി കാണിച്ചു തന്നതെന്ന് ഇതിൽ രേഖപ്പെടുത്തി. അവിടെയാണ് രണ്ടാമത്തെ പോലീസുകാരന്റെ തിരിമറി നടക്കുന്നത്. അപ്പൊ 2 തിരിമറി നടന്നു. ഒന്ന് ഡേറ്റ് മാറ്റി എഴുതി. സ്വാഭാവികമായി ഡേറ്റ് മാറ്റി എഴുതുക മാത്രമല്ല, ആ ഡേറ്റിൽ പപ്പൻ എന്ന് പറയുന്ന അധ്യാപകൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല എന്ന് രജിസ്റ്റർ തിരുത്തി. ആ രജിസ്റ്റർ അവസാനം
അവസാനം വിധി പറയുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന പിന്നെ ജഡ്ജി വിളിച്ചു വരുത്തി വീണ്ടും പരിശോധന ശേഷമാണ് വിധി പറഞ്ഞത്. അപ്പോൾ ഡേറ്റിൽ തിരുത്തൽ വരുത്തി. രണ്ടാമത് പ്ലേസ് ഓഫ് ഒക്യുറൻസ്, കുട്ടി പറഞ്ഞത് ടോയ്ലറ്റിൽ കുറ്റിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറ്റിയില്ലാത്ത കമ്പാർട്ട്മെന്റ് ടോയ്ലറ്റ് ആണ് അവർ ഈ കേസിൽ രേഖപ്പെടുത്തി വെച്ചത്. ഇത് മാത്രമല്ല, ഇനി അവിടുന്ന് ഈ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലാതിരിക്കുകയും നേരത്തെ പറഞ്ഞ പോലെ ശ്രീജിത്തിന്റെ IPS ഉദ്യോഗസ്ഥൻ ശ്രീജിത്ത് 2 കൗൺസിലർമാരെ ഇതിന് ചുമതലപ്പെടുത്തുന്നു. കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇതിൽ പരിശോധന നടക്കുന്നു. നിങ്ങൾ അറിയേണ്ടത് ഒരു കുട്ടി എത്രമാത്രം വേദനയോടുകൂടി അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ കുട്ടിയോട് ചോദിക്കുകയാണ്, അവിടുത്തെ ചില ഉപകരണങ്ങൾ കാണിച്ചിട്ട് ഇതന്നെ ആക്രമിക്കപ്പെട്ട പ്രതിയുടെ പ്രൈവറ്റ് പാർട്ടിന്റെ സൈസിനെ കുറിച്ച് ചോദിക്കുന്ന വൃത്തികെട്ട ചോദ്യം ഈ കൗൺസിലർ ചോദിച്ചില്ലേ? ആ വൃത്തികെട്ട ചോദ്യവുമായി ബന്ധപ്പെട്ടല്ലേ ഇവിടുത്തെ ടീച്ചർ നമുക്ക് പരാതി കൊടുത്തത്, KK ശൈലജ ടീച്ചർക്ക് പരാതി കൊടുത്തത്? ആ പരാതിയുടെ മുകളിലാണ് റെജി ലൂക്കോസ് നടപടിയെടുക്കാതെ ഇത്രയും കാലം അടയിരുന്നത്. ആ ചോദ്യത്തെ ഞങ്ങൾ വെറുതെ നോക്കിക്കാണണോ? കേരള സമൂഹം റെജി ലൂക്കോസിന് ആ ചോദ്യത്തിന് മുമ്പിൽ വെറുതെ ഇരിക്കാൻ വേണ്ടി കഴിയോ? അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ ശിശുക്ഷേമ മന്ത്രി എന്താ ചെയ്യേണ്ടത്? അതിന് അപ്പോൾ ആക്ഷൻ എടുക്കണ്ടേ, അന്വേഷണം നടക്കണ്ടേ? അതാണ് കോടതി പറഞ്ഞത്. ഇപ്പോഴും പെൻഡിംഗിൽ വെച്ചിരിക്കുന്ന ഒരു പരാതി അത് കേവലം ഒരു പരാതിയല്ല. ഇങ്ങനെ ആക്രമിക്കപ്പെട്ട് ബ്ലീഡിംഗ് സംഭവിച്ച് അബോധാവസ്ഥയിലേക്ക് വന്ന് മാനസികമായി അസ്വസ്ഥയിലുണ്ടായ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഈ പറയുന്ന കൗൺസിലർമാരെ ചുമതലപ്പെടുത്തി അന്വേഷിക്കുമ്പോൾ ഈ പറയുന്ന പ്രൈവറ്റ് പാർട്സിന്റെ സൈസ് കണ്ടെത്താൻ ഉപകരണങ്ങൾ കാണിച്ചു കൊടുക്കുന്ന വൃത്തികേട് കാണിച്ച കൗൺസിലർമാരെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തി ഈ ടീച്ചറെ കുറിച്ച്, ടീച്ചറമ്മയെ കുറിച്ച് പിന്നെ കേരളം എന്താ പറയേണ്ടത്? നിങ്ങൾ അറിയേണ്ടത് ഈ ശ്രീജിത്തിന്റെ ഫോൺ റെക്കോർഡ് പുറത്തു വന്നപ്പോഴാണ് കുട്ടിയുടെ അമ്മ അഡ്വക്കേറ്റ് സൂരജിന്റെയും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുടെ നേതൃത്വത്തിൽ കേരള ഹൈക്കോടതി റിട്ട് ഫയൽ ചെയ്യുന്നത്. അവിടെയാണ് പുതിയ അന്വേഷണ സംഘം വരുന്നത്. അവിടെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാകുന്നത്. രത്നകുമാർ അന്വേഷിക്കുന്നത്. ഇവർ പറഞ്ഞ ഓരോ വാദഗതിയും പൊളിഞ്ഞു വീഴുന്നത് രത്നകുമാറിന്റെ അന്വേഷണത്തിലാണ്. കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ അന്വേഷണം നടക്കുന്നത്. ആദ്യം ഇവർ പറഞ്ഞത് കുട്ടി പറഞ്ഞ പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബാത്റൂമിൽ കുറ്റി ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് കണ്ടെത്തിയത് കോടതി നിശ്ചയിക്കപ്പെട്ട രത്നകുമാറിന്റെ നേതൃത്വം അന്വേഷണ സംഘം അന്വേഷിച്ചു. അവർ പറഞ്ഞു കുറ്റിയുള്ള ടോയ്ലറ്റ് ആണ്, ഈ സ്ഥലം മാറ്റിവെച്ചതാണ്. അത് കാണുക മാത്രമല്ല, ആ കുട്ടിക്ക് ആ ബാത്റൂമിൽ തന്നെയാണോ അപകടം ഉണ്ടായത് അത് പരിശോധിച്ചു. നേരത്തെ പറഞ്ഞല്ലോ ബ്ലഡിന്റെ പരിശോധന നടത്തി. അതിൽ ഫോറൻസിക് പരിശോധന നടത്തി ടൈലിൽ ബ്ലഡ് ഉണ്ടായിരുന്നുവെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പ്ലേസ് ഓഫ് ഒക്കറൻസ് ക്ലാരിറ്റി വരുത്തിയത്. അപ്പോൾ അത് ക്ലാരിറ്റി വന്നല്ലോ. അത് ക്ലാരിറ്റി വരുത്തിയത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണോ? അല്ല, കോടതി നിശ്ചയിക്കപ്പെട്ട അന്വേഷണ സംഘമാണ് അതിൽ പ്ലേസ് ഓഫ് ഒക്കറൻസ് ക്ലാരിറ്റി വരുത്തിയത്. 2 ഡേറ്റ് മാറ്റം വരുത്തിയെന്ന് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തി എന്ന് ഉറപ്പ് വരുത്തിയല്ലോ. അന്വേഷണ സംഘം ഉറപ്പ് വരുത്തി. കോടതി വിധി പറയുമ്പോൾ ഒറിജിനൽ രജിസ്റ്റർ വിളിച്ചു വരുത്തി കോടതി പരിശോധിച്ചു. അപ്പോൾ ഡേറ്റ് ഓഫ് ഒക്യുറൻസ് ക്ലാരിറ്റി വന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? ഇവർ പറഞ്ഞത് ഈ ബാത്റൂമിലേക്ക് അങ്ങനെ ഒരാളെ ഉപദ്രവിക്കാൻ കഴിയില്ല, തൊട്ടപ്പുറത്തെ ക്ലാസ് മുറി ഒരു സ്റ്റേജാണ്, അതിൽ നിന്ന് പെട്ടെന്ന് കാണുമെന്നാണ് പറഞ്ഞത്. കോടതി ഈ പറയുന്ന അന്വേഷണ സംഘം മോക്ക് ട്രയൽ നടത്തിയിട്ട് കോടതിയിൽ പ്രദർശിപ്പിച്ചു. മോക്ക് ട്രയൽ നടത്തി, അത് വ്യക്തത വരുത്തി ഇവർ പറഞ്ഞ് തെറ്റാണ് എന്ന്. മുൻ അന്വേഷണ സംഘം പറഞ്ഞ് തെറ്റാണെന്ന് വ്യക്തത വരുത്തിയത് നിലവിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായിട്ടുള്ള രത്നകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘമാണ്. മോക്ക് ട്രയൽ നടത്തിയിട്ട് ഇവരെ പറഞ്ഞ് തെറ്റാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഈ പരാതി ഇതുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടങ്ങളിലും ബോധ്യപ്പെടുത്തിയിട്ട് 40 വിറ്റ്നസിനെയും 22 ഡോക്യുമെന്റും 14 തൊണ്ടിമുതലുകളും പരിശോധിച്ചിട്ടാണ് ഇതിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. അതാണ് RV ബാബു വന്നിട്ട് പറയുന്നത് അമ്മയെ ചോദിച്ചില്ല, അച്ഛനോട് പറഞ്ഞില്ല, അമ്മാവനെ കണ്ടില്ല എന്ന് നിസ്സാരമായി പറഞ്ഞു പോകുന്നത്. സ്മൃതി, ഞാൻ പറയുന്നത് നാണക്കേടാണ്. ഈ ചർച്ച ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ആര് വന്നിരുന്നാലും അതീവ നാണക്കേടാണ്. എന്നിട്ട് അവസാനം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കോടതി വിധി പറയുന്ന സമയത്ത് ഇതിന്റെ വിധി പറയുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന വൃത്തികെട്ട മനുഷ്യൻ കോടതിയിൽ പറഞ്ഞത് എന്താണ്? ഇത് മത തീവ്രവാദികൾ എനിക്കെതിരെ പെൺകുട്ടിയെ ഉപയോഗിക്കുകയാണ്. 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മത തീവ്രവാദികൾ ഉപയോഗിക്കുന്നു ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി. എന്താ കാരണം? എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് BJPയുടെ രാഷ്ട്രീയമാണ്, അപ്പൊ എന്നോടുള്ള വാശി തീർക്കുകയാണ് എന്ന് 10 വയസ്സുള്ള പെൺകുട്ടിയെ വെച്ചിട്ട് ഇവർ പറയുന്നത്. അതേ വർത്തമാനം CPM-കാരൻ പറയുമ്പോൾ, മതവും ജാതിയും വെച്ച് പറയുമ്പോൾ വിമർശിക്കപ്പെടും. ശ്രീ റെജി ലൂക്കോസ് സാറേ, അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട മണിക്കൂറുകളാണ് അങ്ങ് ന്യായീകരിക്കാൻ ചർച്ചയിൽ വന്നിരിക്കുന്നത്. PK നവാസ് തെളിവുകൾ സഹിതം ചൂണ്ടിക്കാട്ടി പറഞ്ഞ കാര്യങ്ങളോട് അങ്ങേക്ക് പ്രതികരിക്കാം. ആ സ്മൃതി, നിർഭാഗ്യവശാൽ എനിക്ക് നവാസ് പറഞ്ഞത് കേൾക്കാൻ കഴിഞ്ഞില്ല. അത് ഓഡിയോയിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. നവാസിൻ്റെ ആണോ ഇനി എൻ്റെ ആണെന്ന് എനിക്കറിയില്ല. എങ്കിലും നവാസ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. നവാസിനെ സംബന്ധിച്ചോളം നവാസ് പറഞ്ഞ എന്താണെന്ന് കേട്ടില്ലെങ്കിലും ഊഹിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നവാസിൻ്റെ പാർട്ടിയെയും ന്യായീകരിക്കുകയും ഈ പെൺകുട്ടിയുടെ മതത്തിൻ്റെ പേരിൽ അദ്ദേഹം CPM-നെ BJPയോട് ചേർത്ത് വെച്ചുകൊണ്ട് പിന്നെന്താ പറയുക, നീചമായ രീതിയിൽ അധിക്ഷേപിക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതല്ല ശ്രീ റെജി ലൂക്കോസ് നവാസ് പറഞ്ഞത്. ആ പെൺകുട്ടി കടന്നുപോയ സാഹചര്യം, അതിൽ തെളിവുകൾ നശിപ്പിക്കാനും പോലീസ് ഏതൊക്കെ തരത്തിൽ കള്ളത്തരം കാണിച്ചു എന്നുള്ള കാര്യമാണ് നവാസ് വിശദമായി പറഞ്ഞത്. അല്ലാതെ ലീഗുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറഞ്ഞില്ല. അല്ല, അതെനിക്ക് മനസ്സിലായി. കാരണം അത്തരം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള അവരുടെ പ്രസ്താവനകളും ഞാൻ ഉൾപ്പെടെയുള്ളവരിരുന്ന ചാനലിലെ ഡിബേറ്റുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും.
നവാസ് ഉദ്ദേശിക്കുന്നത് നവാസ് CBI അന്വേഷിച്ചിട്ടാണോ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? കേരളത്തിന്റെ പോലീസ് തന്നെ അന്വേഷിച്ചിട്ടാണ് ഈ കേസ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യം നവാസ് മനസ്സിലാക്കുക. പിന്നെ ഈ പോക്സോ കേസിനെ കുറിച്ച് ഇവർ നിർവചിക്കുന്നത് അതൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ നവാസിനെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരൻ. അത് പറയുന്നത് എനിക്ക് ഒരു 4 തവണ മാറി മാറി അന്വേഷണ സംഘം വരാൻ സാഹചര്യം എന്താണ്? നടത്തുന്നത് ശ്രീ റിജി ലൂക്കോസ്, 4 തവണ അന്വേഷണ സംഘം മാറി മാറി വരാനുണ്ടായ സാഹചര്യം എന്താണ്? അല്ല, സ്വാഭാവികമല്ലേ അതൊക്കെ? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു അന്വേഷണത്തിലൂടെ മാത്രം കൃത്യമായ രീതിയിൽ കേസ് പ്രതിയിലേക്ക് കടക്കുന്ന അനുഭവങ്ങൾ അല്ലാതെ കണ്ടുള്ള സംഭവവാസങ്ങളുടെ അന്വേഷണം ഇന്നുവരെ രാജ്യത്തുണ്ടായിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണോ ഒരു കേസിലൊക്കെ സമീപിക്കുന്നത്? കേസ് ലോക്കൽ പോലീസ് അന്വേഷിച്ചതിൽ നിന്നും എന്തെങ്കിലും അവാദയോ അവർക്ക് കണ്ടെത്താത്ത കാര്യങ്ങൾ എത്രയോ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ഇവിടെ ശിക്ഷ എഴുതിയിരിക്കുന്നു. വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള കേസ് കേരളത്തിലുണ്ട്. ക്രൈംബ്രാഞ്ച് പോക്സോ കേസ് ചുമത്താൻ തയ്യാറായില്ല എന്നിട്ടാണ് പിന്നീട് SIT രൂപീകരിച്ചത്. പോക്സോ കേസ് ചുമത്താൻ തയ്യാറായില്ല. നവാസിന് ഒരു പ്രഭാഷണം, ഒരു മൈതാനത്തിരുന്ന് ഒരു പ്രഭാഷണം നടത്തുന്ന ഇതിനുള്ള സമയം കൊടുത്തിട്ട് വാ തുറക്കുമ്പോഴത്തേക്ക് സംസാര സ്വാതന്ത്ര്യം വിലക്കാന്ന് പറഞ്ഞാൽ ജനാധിപത്യം എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. അങ്ങനെയല്ല, ഞാനത് കാരണം പറഞ്ഞതാണ്. നടത്തിയില്ല 9 മിനിറ്റാണ് നവാസ് സംസാരിച്ചത്. ഞാൻ 1 മിനിറ്റ് പോലും എടുക്കുന്നതിന് മുമ്പേ അല്ല, ആ കാരണം എന്താണെന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല ഇവിടെ ഇരിക്കുന്നത്. ചർച്ചയുടെ തുടക്കം മുതൽ ഞാൻ ഇതേ വിഷയത്തിൽ പലതവണ ചർച്ചയ്ക്ക് ഇരുന്നുള്ള ആളാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞത് നവാസ് മുസ്ലിം ലീഗിനെ കണക്ട് ചെയ്തൊന്നും പറഞ്ഞൊന്നുമില്ല. അതെന്ത് ഞാൻ പറഞ്ഞു പൂർത്തിയിരിക്കട്ടെ. ഇവരിവിടെ കൊണ്ടുവരുന്നത് എന്താ? പച്ചയ്ക്ക് ജാതി മതമല്ലേ? ഈ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പ്രതിയെ പിടിച്ച് തൂക്കിക്കൊന്ന് ചരിത്രം ഇന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ആ കേസിന് അതിന്റെ നടപടിക്രമങ്ങളുണ്ട്. ലോക്കൽ പോലീസിന്റെ IG നേതൃത്വത്തിൽ തലശ്ശേരി DYSP നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങളിൽ അസംതൃപ്തരായിട്ട് ശേഷം ഹൈക്കോടതിയിലെത്തുകയും കേരള പോലീസ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പ്രോസിക്യൂട്ടർ തന്നെ പറഞ്ഞു ഞങ്ങൾ ഏത് അന്വേഷണത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു. ആ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അന്ന് മുതൽ ആ വകുപ്പിന്റെ ചാർജുള്ള, അതായത് ശിശുക്ഷേമ വകുപ്പിന്റെ ചാർജുള്ള ടീച്ചർ ആ കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിന്നു. അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. അയാൾ ഇന്ന് മരണം വരെ ശിക്ഷിക്കപ്പെട്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് വ്യാഖ്യാനം കൊണ്ട് വന്നിരിക്കുന്നത്? അപ്പൊ അയാളെ വെറുതെ വിട്ടിരുന്നെങ്കിലോ? എന്നിട്ട് നിങ്ങൾ കൊണ്ടിരുന്ന ഒരു നരേഷൻ ആരാ? ഈ നവാസിന്റെ പാർട്ടിയും ഈ ജമാഅത്തെ ഇസ്ലാമി SDPI പോലുള്ള പാർട്ടികൾ പുറത്തു കൊണ്ടിരുന്ന എന്താ? അതിനകത്ത് ജാതി മതം കൊണ്ടിരുന്നു. ആ കുട്ടി ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ഞാനിത് ചർച്ച പച്ചയ്ക്ക് പറഞ്ഞതാ. ഒരു മുസ്ലിം കുട്ടി ആയതുകൊണ്ടാണ് ആ കുട്ടിയോട് ഈ ക്രൂരത കാണിച്ചത്. ഇവര് ശിക്ഷാവിധിക്ക് ശേഷം ആര് പ്രതികരിച്ചു? ശിക്ഷാവിധി വന്ന അന്ന് ഞാൻ കേരളത്തിലെ ഒരു ചാനൽ ഈ വിഷയമായിട്ട് ചർച്ചയ്ക്കിരുന്ന എന്നോടൊപ്പം മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവും മറ്റൊരു വ്യക്തിയും എന്നോടൊപ്പം ചർച്ചയിലിരുന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പോ ഞാനീ പറഞ്ഞത്. അത് സ്മൃതി കേൾക്കാത്ത എന്റെ കുഴപ്പമാണോ? അല്ല എങ്കിൽ ഇപ്പൊ ഇങ്ങനെ അല്ല എങ്കിൽ ഈ പറയുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അതാ പറഞ്ഞത് നിങ്ങൾ കണക്ട് ചെയ്യാതെ ചോദ്യം ചോദിക്കുന്നുണ്ടോ? ഇതെല്ലാം ജനം കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. അന്നു മുതൽ ഇവർ ആരോപിക്കുന്ന മതവും ജാതിയും CPMന്റെ RSS BJP ബാന്ധവത്തിന്റെ പേരിൽ അയാളെ ഒഴിവാക്കി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെന്നുള്ള ഹീനമായ ശ്രമം അവർ നടത്തിക്കൊണ്ടിരുന്നത്. അത് തന്നെയുമല്ല, ഏറ്റവും മോശമായ രീതി ചർച്ച ഇതിന് തുടക്കത്തിൽ പറഞ്ഞു. മോശമായ രീതിയിൽ പറഞ്ഞ എന്താ? ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചറെ പോലും ഇതിനകത്ത് കണക്ട് ചെയ്തു. അവർക്ക് പോലും അവരുടെ മണ്ഡലമായിട്ട് പോലും ഒരു മുസ്ലിം പെൺകുട്ടിക്ക് സംഭവിച്ചപ്പോൾ ആ നരാധമനെ രക്ഷപ്പെടുത്താൻ ടീച്ചർ ശ്രമിച്ചു എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അത് അങ്ങനെയല്ല, അത് ഒരു ഹിന്ദു ഇതിനകത്ത് പ്രതിയായി വന്നുകൊണ്ടാണ് ഇവർ ജാതി മതം ആരോപിക്കുന്നതെന്ന് ആരാണ് അങ്ങനെ പറഞ്ഞു? ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വേണേ അതിന്റെ ലിങ്ക് അയച്ചു തരാം. ഞാൻ ഈ വിധി വന്നതിന്റെ അന്നാ കണ്ടോണ്ടിരിക്കുന്നത് പച്ച കളവ പറയുന്ന. ഞാൻ ചോദിക്കട്ടെ, എവിടെയാ പറഞ്ഞത്? ഒന്നും കൂടെ പറഞ്ഞേ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിപ്പോർട്ടർ ചാനൽ ഇപ്പൊ 4 ദിവസം 5 ദിവസം വൈകിയാണ് പാലത്തായിൽ ഒരു നീതി നടപ്പായി കഴിയുമ്പോൾ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യം ഞെട്ടിച്ച് നിങ്ങളെ അല്ല സ്മൃതി, ഞാൻ പറയുന്നത് അത് തന്നെയാ. ഹരീന്ദ്രൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ സഖാവ് പറയുന്നതിന്റെ വാക്കുകൾ നിങ്ങൾ ഞെട്ടിയതിന്റെ കാരണം എന്താണെന്നാണ് ഇപ്പൊ ഞാൻ വിശദീകരിച്ചത്. അപ്പോൾ ഞെട്ടുന്ന ആരാ? ഇതിൽ ഞാൻ പറഞ്ഞത് നീചമായ രീതിയിലുള്ള വർഗീയത കൊണ്ടുവന്ന ആരാ ഇതിനകത്ത്? ആ വർഗീയത കൊണ്ടുവന്നവർക്കെതിരെയുള്ള ഒരു മറുപടി അദ്ദേഹം, അതാ MP ജയരാജൻ പറഞ്ഞത്.
ഞാൻ ചോദിക്കട്ടെ, ഇവർ ഈ കൊണ്ടുവന്നത് വർഗീയപരമായ രീതിയിൽ ഹൈന്ദവനാണ്. സംസാരിക്കുന്നല്ലോ. ഈ പറഞ്ഞതെല്ലാം വർഗീയതയാ, മതത്തിന്റെ പേരിലായി ആക്രമണം. ആരാണ് ഇത് ഇത് തന്നെയാണ് പ്രതിയും പറയുന്നത്. ഇത് തന്നെയാണ് പ്രതിയും പറയുന്നത്. ഏത് അന്വേഷണ നോക്കൂ, ശ്രീ റെജി ലൂക്കോസ്, പ്രതിയും ഇത് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ തിരിച്ചെത്താം. ആളുകളെ സംസാരിച്ചുള്ളൂ. ഒന്ന് BJP സംസാരിച്ചു, രണ്ട് ഹരീന്ദ്രൻ അനൂപിലേക്കാണ് പറയേണ്ടത്. അനൂപ് ഭംഗിക്ക് പറയാം. ഇല്ല, ഇവിടെ കേസിൻ്റെ സൂക്ഷ്മമായ അംശങ്ങളെ കുറിച്ച് പോലും നവാസ് പറഞ്ഞു. ഞാൻ ബോധപൂർവ്വം അതിലേക്ക് പോകാതിരുന്നതാണ്. എന്തായാലും അത് പറഞ്ഞത് ഒരു തരത്തിൽ നന്നായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇവിടെ റെജി ലൂക്കോസ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. അദ്ദേഹം വളരെ പറയുന്നത് എന്താ, ഈ പറയുന്ന പത്മരാജൻ ഹിന്ദു ആയതുകൊണ്ട് CPM സംരക്ഷിച്ചു എന്ന് ആളുകൾ പറയുന്നു എന്നാ, കോൺഗ്രസ് ഉൾപ്പെടെ ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ പറയുന്നു എന്നാ. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പത്മരാജൻ ഹിന്ദു ആയതുകൊണ്ട് സംരക്ഷിച്ചു എന്നല്ല പറഞ്ഞത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്മരാജൻ RSS ആയതുകൊണ്ട് സംരക്ഷിച്ചു എന്നാ. RSS സമം ഹിന്ദു എന്ന് സാമാന്യവൽക്കരിക്കുകയാണെന്ന് CPM. ഇവിടെ ഞങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളുണ്ട്. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പോക്സോ കേസുകളിലൊക്കെ അകപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും ഈ പാർട്ടി പരിചയമായി വന്നിട്ടില്ല. പക്ഷെ അന്നൊന്നും ഇല്ലാത്ത തരത്തിൽ വളരെ തുടക്കം മുതൽ CPM-ന്റെ പാർട്ടി സംവിധാനവും സർക്കാർ സംവിധാനവും ഇവിടെ പ്രതിക്ക് വേണ്ടി നിലകൊണ്ടുവന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒരു കുട്ടി പറയുന്ന കാര്യങ്ങളിലെ ഈ പറയുന്ന തീയതി അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ഒക്കറൻസ്, സ്ഥലം എന്നതിനെ കുറിച്ചൊക്കെ കുട്ടി പറയുന്ന കാര്യങ്ങളിലെ സംശയത്തിന് മുൾമുനയിൽ നിർത്തി ആ കുട്ടിയെ വീണ്ടും വീണ്ടും വിചാരണ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് സാഹചര്യം ഒരുക്കിയതാരാ? ഒന്ന് പോലീസ്, രണ്ട് കൗൺസിലർമാർ. പിന്നെ ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇദ്ദേഹം വളരെ നിസ്സാരമായി റെജി ലൂക്കോസ് പറഞ്ഞു പോയി. എന്താ പറഞ്ഞു പോയത്? സംസ്ഥാനത്തെ മന്ത്രി ഈ കാര്യങ്ങളൊക്കെ അറിയുമെന്നാ. സംസ്ഥാനത്തെ മന്ത്രി അറിയണം, സവിശേഷമായി അറിയണം. കാരണം മന്ത്രിയുടെ മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ പാലത്തായി എന്ന് പറയുന്ന സ്ഥലം നിൽക്കുന്നത് എവിടെയാ? ഈ പറയുന്ന കേരളത്തിലെ മാതൃഹൃദയമായ ഈ ശൈലജ ടീച്ചറുടെ മണ്ഡലത്തിലാണ്. ആ സമയത്ത് പോലും അഭിമുഖത്തിൽ മന്ത്രി പറയുന്നത് അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാ. ഈ അശ്രദ്ധ എന്ന് പറയുന്നത് യാദൃശ്ചികമല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. വളരെ തുടക്കം മുതലേ സംഭവിച്ച കാര്യങ്ങളാണിത് പോലീസിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇപ്പോൾ റെജി ലൂക്കോസ് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന തരത്തിൽ പറയുന്നത് ഇപ്പോഴും കണ്ടുപിടിച്ചത് ഞങ്ങളുടെ പോലീസ് അല്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? പോലീസിൽ നിന്ന് നീതി കിട്ടാതെ ഹൈക്കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ പറയുന്ന ശൈലജ ടീച്ചർ ഭരിക്കുന്ന, പിണറായി വിജയൻ ഭരിക്കുന്ന LDF ഗവൺമെന്റിൽ നിന്ന് നീതി കിട്ടാതെ ഹൈക്കോടതിയിലേക്ക് ഇരയായ കുട്ടിയുടെ രക്ഷാകർത്താക്കൾക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായി. എന്നിട്ട് കോടതിയുടെ ഇനിഷ്യേറ്റീവിൽ, കോടതിയുടെ നിർദ്ദേശാനുസരണം, കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിലാണെന്നേ ഈ കാര്യങ്ങൾ വെളിപ്പെടുന്നത്. അതെന്തോ വലിയ ഉദാരത പോലെ ഞങ്ങളാണിത് കണ്ടുപിടിച്ചത് എന്നൊക്കെ പറയാൻ ചെറിയ ഉളുപ്പൊന്നും പോരാതെ വരും. ഇത് കൃത്യമായി ഇതിൻ്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ എങ്ങനെയൊക്കെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവുകൾ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ആ കുട്ടിയെ മുറിപ്പെടുത്തി എന്ന് മാത്രമല്ല, കേരളത്തിന്റെ മതേതര മനസ്സിനെ മുറിപ്പെടുത്താനുള്ള വലിയ പരിശ്രമങ്ങളായിട്ട് CPM രംഗത്ത് വരിക. CPM മാത്രമല്ല പറഞ്ഞത്, ഈ വിഷയത്തിലേക്ക് എന്തിനാണ് മദ്രസ അധ്യാപനം വലിച്ചടക്കുന്നത്? താങ്കൾക്ക് പറയാം. ഒരു കാര്യം അല്ല ഒരേരു വാചകം പറഞ്ഞതിന് ശേഷം പറഞ്ഞോ, എന്തിന് ഈ വിഷയത്തിലേക്ക് മദ്രസ അധ്യാപകരെ മദ്രസയിലെ സംഭവ വികാസങ്ങൾ വലിച്ചഴിച്ചു? വളരെ ദുരിതശവരല്ലേ? കേരളത്തിൽ സംഘപരിവാറുകാർ പോലും പറയാൻ മടിക്കുന്ന, പറയാൻ അറയ്ക്കുന്ന ഒരു നരേറ്റീവ് സംഘപരിവാറിന് നിർമ്മിച്ചു നൽകുകയായിരുന്നു CPM-ന്റെ സെക്രട്ടേറിയറ്റ് മെമ്പർ. മദ്രസയുമായി ഇതിനെ ബന്ധിപ്പിക്കുന്നതിന്റെ കാര്യം എന്താ? കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ മദ്രസ അധ്യാപകർ ചെയ്താൽ അവരെ സംരക്ഷിക്കുന്ന ആളുകളാണെന്നും കുറ്റകൃത്യങ്ങളിൽ ക്രിമിനൽ വൽക്കരണത്തിന് കൂട്ടുനിൽക്കുന്ന ആളുകളാണെന്നും ഹിന്ദു ആയതുകൊണ്ട് വേട്ടയാടുന്നു എന്ന് പറഞ്ഞാൽ കേരള സ്റ്റോറിയിൽ എങ്ങനെയാണോ സംഘപരിവാർ ജിഹോകൾ ഉത്തരേന്ത്യയിൽ മുഴുവൻ പറഞ്ഞു നടക്കുന്നത് BJP-കാർക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേരളമെന്ന് കേരള സ്റ്റോറിയിൽ പറഞ്ഞതിനെ ഈ പറയുന്ന ആ കാര്യത്തെ ഊട്ടി ഉറപ്പിക്കുകയല്ല CPM-ന്റെ സെക്രട്ടറി ചെയ്തത്. ഇവിടെ ഇത് കൃത്യമായി നാളുകളിൽ BJP-കാർ പറയാൻ പോകുന്നത് രാജ്യം മുഴുവനാ. കേരളത്തിൽ BJP-കാരെ കള്ളക്കേസ് കൊടുക്കുന്നു, കേരളത്തിൽ മദ്രസാധ്യാപകർ പീഡിപ്പിക്കുമ്പോൾ കുഴപ്പമില്ല. ഇത് നാളെ കേരളത്തിന് നേരെയുള്ള ആക്രമണമായി CPM മാപ്പ് പറയണം. തീർച്ചയായും വളരെ നന്ദി. സമയം കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ
നമുക്ക് അടുത്ത ദിവസം ഇരിക്കാം. വളരെ നന്ദി ശ്രീ വി ആർ അനു, പി കെ നവാസ്, റെജി ലൂക്കോസ്, ആർ വി ബാബു ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.